പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അവസാന സമയം കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ കടന്നുകൊണ്ട് ഏറ്റവും അവസാനം പറയുന്ന ഒരു വാക്കാണ് നിവർത്തിയായി. പ്രൈസ് ദി ലോർഡ്. പല സമയങ്ങളിൽ കർത്താവ് ക്രൂശിൽ കടന്നപ്പോൾ നമുക്കറിയാം 7 മൊഴികളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ഇവിടെ ചിന്തിച്ചിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്, നിങ്ങളത് കേട്ടിട്ടുണ്ട്. 7 മൊഴികൾ, അതിലൊന്നാണ് നിവർത്തിയായി. പ്രൈസ് ദി ലോർഡ്. മറ്റ് പല മൊഴികൾ, അതിന് വളരെ ആഴമേറിയ അർത്ഥങ്ങൾ ഓരോ വാക്കുകൾക്കുമുണ്ട്. അപ്പോൾ സകലതും നിവർത്തിയായി എന്ന് കർത്താവ് പറഞ്ഞത് ഇന്ന് പകൽക്കാലം നമ്മളോടുള്ള വലിയ ദൂതാണ്. നമ്മൾ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് സകലതും നിവർത്തീകരിച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും പലതിനെക്കുറിച്ചും ആകുലപ്പെട്ട് ചിന്തിച്ച് ഭാരപ്പെട്ട് പല ഭൗതികവും ആത്മീയമായ മേഖലകളിൽ എനിക്ക് ഇനിയും ചിലത് പ്രാപിക്കാനുണ്ട്, ചിലത് കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് ഉപവസിച്ചൊക്കെ നേടാനുണ്ടെന്ന് ചിന്തിക്കുമ്പോൾ കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, ഞാൻ സകലതും നിവർത്തീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ജോലി വിശ്വസിക്കുക എന്നുള്ളതാണ്. നമ്മളത് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, നിന്റെ ഭൗതിക മേഖലകളിൽ, നമ്മുടെ ആത്മീകമായ മേഖലകളിൽ, സകല മേഖലകളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി അത്യന്തപരമായ വലിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് ഇപ്രകാരം പറഞ്ഞു, നിനക്ക് സമാധാനമില്ല, സമാധാനത്തിന് വേണ്ടി നീ അലയുന്ന വ്യക്തിയാണെങ്കിൽ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിയുമ്പോൾ ആ കർത്താവ് നിന്റെ അകത്ത് വരുമ്പോൾ കർത്താവ് പറയുകയാണ്, ലോകം തരാത്ത സമാധാനം ഞാൻ നിനക്ക് തന്നിരിക്കുക. അതാ ദൈവം പറഞ്ഞ നിവർത്തിയായി. കാരണം ഇതുവരെ ആർക്കും തരാൻ സാധിക്കാത്ത അസാധാരണമായ സമാധാനം നീ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. കാരണം ആ സമാധാനം നിന്റെ അകത്ത് വന്നു കഴിഞ്ഞു. അത് തിരിച്ചറിയുമ്പോൾ അത് പ്രവർത്തിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. നിന്റെ അകത്ത് അത് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് ഈ സമാധാനം എൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടല്ലോ, അത് അകത്തുണ്ടല്ലോ എന്ന വെളിപ്പാട് നിന്റെ ഉള്ളിൽ വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ ആ പരിജ്ഞാനമില്ലായ്മയാണ് പലരും അന്വേഷിച്ച് നടക്കുന്നത്. പക്ഷേ ഇന്നും അന്വേഷിച്ച് നടക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അത് വന്നിട്ട് വളരെ വർഷങ്ങൾ, നാളുകളായി. അത് നിന്റെ അകത്തുണ്ട്. അതങ്ങോട്ട് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കർത്താവ് പറയുകയാണ്, അത് അക്സെപ്റ്റ് ചെയ്യണം. നീ അത് മനസ്സിലാക്കണം. നീ ആ പരിജ്ഞാനത്തിലേക്ക് കയറണം. നീ ശിശുവായിരിക്കരുത്. ശിശുവായിരിക്കുന്നിടത്തോളം കാലം നീ ദാസനാണ്. ഈ ആത്മീക അനുഗ്രഹം, ഭൗതിക അനുഗ്രഹങ്ങളൊന്നും പ്രാപിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതാണ് വചനം പറയുന്നത്. 4-ാം അധ്യായം ഗലാത്യർക്കെഴുതിയ ലേഖനം 1 മുതൽ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, നീ ശിശുവായിരിക്കുന്നിടത്തോളം കാലം, ഹല്ലേലൂയ, നീ ദാസനേക്കാളും ഒട്ടും മേന്മയുള്ളവനല്ല. ഹല്ലേലൂയ. എന്നാൽ ഒരു അവകാശിയാണ് ഞാൻ. അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് എന്നെ ഒരു അവകാശിയാക്കി തീർത്തത് കൊണ്ട്, ഞാൻ ആ ദൈവത്തിൻ്റെ മകനായതുകൊണ്ട്, മകളായതുകൊണ്ട് ആ അപ്പനിലുള്ള സകലതും എൻ്റെ അകത്തുണ്ട് എന്ന വെളിപ്പാട് നിന്റെ ഉള്ളിൽ കയറുമ്പോൾ നിന്റെ ചരിത്രം മാറും, നിന്റെ ജീവിതം മാറും, നിന്റെ ആറ്റിറ്റ്യൂഡ് മാറും, നിന്റെ പേഴ്സണാലിറ്റി മാറും. നീ ആകുലപ്പെടത്തില്ല, ടെൻഷൻ അടിക്കത്തില്ല, ഡിപ്രഷനിലോട്ട് നീ പോകത്തില്ല. ഹല്ലേലൂയ. ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിലുള്ള സകല മാഗസീനുകളിലും വരുന്ന ഒരു വാർത്തയാണ്, ഇന്ത്യ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിഷയം. ചെറുപ്പക്കാരുടെ ഇടയിൽ, സകല മനുഷ്യരുടെ ഇടയിൽ അതിഭയങ്കരമായ ഡിപ്രഷനിലോട്ട്, വിഷാദ രോഗങ്ങളിലോട്ട് ജനങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പല സെലിബ്രിറ്റികളും സൂയിസൈഡ് ചെയ്യുകയാണ്. കാരണം അവർക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഇന്ന് പല ഫിലിം ഫീൽഡിനാണെങ്കിലും എവിടെയാണ്, എല്ലാ ഫീൽഡിലും, എല്ലാ യൂത്തിൻ്റെ ഇടയിലും അവർ സമാധാനത്തിന് വേണ്ടി കഞ്ചാവിലും ലഹരി മരുന്നിനും അടിമപ്പെടുമ്പോൾ എന്നിട്ടും അവർക്കത് ലഭിക്കാതെ അവർ സൂയിസൈഡ് ചെയ്ത് അവരുടെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, ലോകം തരാത്ത സമാധാനമാണ് ഞാൻ നിന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്നത്. ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യനും, ഹല്ലേലൂയ, നിനക്ക് സമാധാനം തരാൻ സാധിക്കത്തില്ല. നിന്റെ സമാധാനം ഇല്ലാതാക്കുന്നതാണ് നിന്റെ ബന്ധങ്ങൾ. ഈ ലോകത്തിലുള്ള ഏത് ബന്ധങ്ങളും നമ്മുടെ ഉള്ള സമാധാനം കൂടെ ഇല്ലാതാക്കുന്നതാണ്. പലരുടെയും സമാധാനം ഇല്ലാതാകുന്നതിന് കാരണം മനുഷ്യരിൽ ആശ്രയിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ.
നമ്മൾ പലപ്പോഴും തെറ്റായ മേഖലകളിലാണ് ജീവിക്കുക. എന്നിട്ട് നമ്മൾ പറയും കർത്താവിനെ അറിഞ്ഞിട്ടും എനിക്ക് സ്വസ്ഥതയില്ല. കർത്താവിനെ അറിഞ്ഞിട്ടും ആരാധിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും എല്ലാ ഞായറാഴ്ച അവിടെ ചെന്ന് 2 മണിക്കൂർ അവിടെ ചെന്ന് ഇരുന്നിട്ടും അല്ലെങ്കിൽ വെള്ളിയാഴ്ച അവിടെ മീറ്റിങ്ങിന് പോയിട്ടും ഫാസ്റ്റിങ്ങിൽ 21 എടുത്തിട്ടും എനിക്ക് സ്വസ്ഥതയില്ല. കാരണം നിന്റെ നോട്ടം ശരിയല്ല. 34 സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ. എന്താ നിനക്ക് സമാധാനം ഇല്ലാതെ പോകുന്നത്? ഹല്ലേലൂയ. വായിച്ചോ. നോട്ടം ശരിയാവണം. പറഞ്ഞ നോട്ടം ശരിയാവണം. അവങ്കലേക്ക് നോക്കണം. സമാധാനം വരണമെങ്കിൽ എന്ത് ചെയ്യണം? അവങ്കലേക്ക് നോക്കണം. പറഞ്ഞിട്ട് അവങ്കലേക്ക് നോക്കണം. അടുത്തിനെ പറഞ്ഞ നോട്ടം ശരിയാകണം. അവിടെ ഇവിടെ നോക്കി തൂണിനെ നോക്കി ഇങ്ങോട്ടൊന്നും ഇവിടെ നോക്കി ഇരിക്കാതെ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ഹല്ലേലൂയ. അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. നമ്മുടെ നോട്ടം മാറുമ്പോൾ നമുക്ക് ലജ്ജയുണ്ടാകുന്നു. ഹല്ലേലൂയ. പലരുടെയും ജീവിതത്തിലെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടാൻ കാരണം അവരുടെ നോട്ടം ഹല്ലേലൂയ മനുഷ്യരിലേക്ക്, സംഘടനകളിലേക്ക്, ബന്ധങ്ങളിലേക്ക് മാറുമ്പോൾ അവർ ദുഃഖത്തിനും അതിഭയങ്കരമായ ഡിപ്രഷനിലോട്ടും വിഷാദങ്ങളിലോട്ടും പോകുന്നു. പക്ഷേ ഒരു നിമിഷം നീ ആ യേശുവിലോട്ടൊന്ന് നോക്ക്. ഈ ലോകത്തിൽ ഏത് വലിയ വിഷാദ രോഗിയും ഒറ്റ സെക്കൻഡ് കൊണ്ട് അവന്റെ ഹൃദയത്തിനകത്ത് ലോകം കൊടുക്കാത്ത അസാധാരണ സ്വസ്ഥത കൊണ്ട് നിറയും, സമാധാനം കൊണ്ട് നിറയും. കാരണം അവങ്കലേക്ക് നമ്മൾ നോക്കണം. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ മുഖത്തിലോട്ട് നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ ആ നിമിഷം തന്നെ അതിൽ നിന്ന് അസാധാരണ ഗ്ലോറി അങ്ങോട്ട് ഇറങ്ങും. അപ്പൊ സമാധാനം ഉണ്ടാകണമെങ്കിൽ, സ്വസ്ഥത ഉണ്ടാകണമെങ്കിൽ കർത്താവ് പറഞ്ഞു, നിവർത്തീകരിച്ചെന്ന് പറഞ്ഞത്, ഇനി കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ ഇനി ഒരു യാഗമില്ല, ഇനി ഒരു മരണമില്ല, ഇനി ഒരു ഒരു അവതാരമില്ല, ഒന്നുമില്ല. എന്നേക്കുമായി സകലതും നിവർത്തീകരിച്ചിട്ട് കർത്താവ് പറഞ്ഞു, ഭൗതിക ലോകത്ത് നിന്റെ ലൈഫിൽ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ആ യേശുവിലോട്ട് നോക്കണം. നിനക്ക് രോഗമുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞു, ഇനി നീ രോഗത്തെക്കുറിച്ച് ഭാരപ്പെടേണ്ട കാര്യമില്ല, ഞാൻ നിവർത്തീകരിച്ചു. എന്ത് നിവർത്തീകരിച്ചു? മരത്തിന്മേൽ തൂങ്ങപ്പെട്ടവനായി നിന്റെ ശാപങ്ങൾ, നിന്റെ അകൃത്യങ്ങൾ, നിന്റെ അതിക്രമങ്ങൾ, നിന്റെ ലംഘനങ്ങൾ, നിന്റെ പാപങ്ങൾ, നിന്റെ രോഗങ്ങളെ കർത്താവായ യേശുക്രിസ്തു തന്റെ ശരീരത്തിൽ വഹിച്ചത് കൊണ്ട് അത് വിശ്വസിക്കുന്ന ഏവന്റെ മേലും ആ നിമിഷം തന്നെ ആ കർത്താവിന്റെ മഹത്വം, രോഗസൗഖ്യം, ആ ഹീലിംഗ്, ആ മിറക്കിൾ ഡെലിവറൻസ് അവിടെ സംഭവിക്കപ്പെടും. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, മരത്തിന്മേൽ തൂങ്ങപ്പെട്ടവൻ ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ആ ശാപം, നിന്റെ ശാപം ഞാൻ വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ട് 8-ാം അധ്യായം റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം പറയുകയാണ്, നിന്റെ ഹല്ലേലൂയ ഇനി ക്രിസ്തുവിലുള്ളവന് ഹല്ലേലൂയ. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ മുകളിലോട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതിയിരിക്കുകയാണ്. അവിടെ പൗലോസ് പറഞ്ഞ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനാണ്. ഹല്ലേലൂയ. ഞാൻ പാപത്തിൽ ഉരുവായി, ഞാൻ പാപത്തിൽ അനുഭവത്തിൽ എൻ്റെ ജഡത്തിൽ, എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. എനിക്ക് ഇഷ്ടമില്ലാത്ത, ഹിതമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ അരിഷ്ട മനുഷ്യനാണ്. പക്ഷേ അവിടെ താഴെ എഴുതിയിരിക്കുകയാണ്, ഹല്ലേലൂയ, ക്രിസ്തു യേശുവിലുള്ളവന് ശിക്ഷാവിധിയില്ല. ഹല്ലേലൂയ. എല്ലാവരും അടുത്തിട്ട് പറഞ്ഞാട്ടെ, ഇനി ഒരു ശിക്ഷാവിധിയില്ല. ചില ആൾക്കാർ പറയും, ഈ ഭൂമിയിൽ ചെയ്ത് കൂട്ടുന്ന സകലത്തിനും നീ കുറെ പായൊക്കെ വലിച്ചു കീറിയിട്ട് ചവിട്ടി കീറിയിട്ട് ഞാൻ ചാവത്തുള്ളൂ. ഇല്ല, ദൈവത്തിൻ്റെ വചനത്തിൽ നീ വിശ്വസിക്കുകയാണെങ്കിൽ നിന്റെ സകല പ്രവർത്തികൾക്ക് വേണ്ടി, നിന്റെ ഈ ലോകത്തിലെ സകല അകൃത്യങ്ങൾക്കും അതിക്രമങ്ങൾക്കും ലംഘനങ്ങൾക്കും സകല പാപങ്ങൾക്കും വേണ്ടി ഒരിക്കലായിട്ട് നസറേയനായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ കർത്താവ് തൻ്റെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് ഈ ഭൂമിയിൽ നിന്റെ ശരീരം കൊണ്ട് നീ ചെയ്തുകൊണ്ടിരുന്ന ചെയ്തതുമായ സകലത്തിന് വേണ്ടി കർത്താവ് ശിക്ഷാവിധി ഒരിക്കലായി ഏറ്റത് കൊണ്ട് ഇനി ഒരു ശിക്ഷാവിധി അല്ല നിനക്ക് ഉള്ളത്. നിനക്ക് ശിക്ഷയുമില്ല, വിധിയുമില്ല. പറഞ്ഞാട്ടെ, ശിക്ഷയുമില്ല, ഒരു വിധിയുമില്ല. പറഞ്ഞാട്ടെ, എൻ്റെ ലൈഫിൽ ശിക്ഷയില്ല. അതുമാത്രമല്ല, ഈ ലോകം മനുഷ്യർ പറയുന്ന വിധി എന്ന് പറയുന്ന സംഭവം എൻ്റെ ലൈഫിലില്ല. അതിന് പകരം എനിക്കുള്ളത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുയേശു മുഖാന്തരം ഞാനും മരണത്തിൽ നിന്നും, തകർച്ചയിൽ നിന്നും, രോഗത്തിൽ നിന്നും, പാപത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും എൻ്റെ ദൈവം എന്നെ മരിച്ചവരുടെ ഇടയിൽ നിന്നും
യേശുക്രിസ്തു 8:11 പറയുകയാണ്, യേശുക്രിസ്തു മരിച്ചവരുടെ ഇടയിലായിരുന്നു. എന്നാൽ മരിച്ചവരുടെ ഇടയിൽ നിന്നും യേശുക്രിസ്തുവിനെ പിതാവായ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതുപോലെ നിന്റെ മർത്യ ശരീരങ്ങളും നിന്റെ പാപം നിമിത്തം മരിച്ചു കിടക്കുന്ന, പാപം നിമിത്തം രോഗിയായിരിക്കുന്ന, പാപത്താല് ശാപത്താൽ തകർന്ന നിന്റെ ലൈഫില് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ ആ നിമിഷം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാവുകയാണ്. ഹല്ലേലൂയ! യേശുവിൽ നീ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എല്ലാവരും ചാടി ഒന്ന് എഴുന്നേറ്റാട്ടെ പെട്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് തന്നെ ഇരിക്കാം. ഹല്ലേലൂയ! സ്തോത്രം. എന്താണ് ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടന്നതാ? ഹല്ലേലൂയ! ഇതൊരു പ്രൊഫറ്റിക്കൽ ആക്ഷനാ. ഹല്ലേലൂയ! നിന്റെ ലൈഫിൽ ഒരു ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിനോട് കൂടി നീ സ്നാനപ്പെട്ട് ആ വെള്ളത്തിലോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ സാധാരണ സംഭവമല്ല സംഭവിച്ചത്. അവിടെ യേശു ക്രിസ്തു മരിച്ചതുപോലെ നീയും മരിച്ചു. ഹല്ലേലൂയ! നീ അടക്കപ്പെട്ടു. നീ തളിച്ചതാണെങ്കിൽ ഇതെല്ലാം ഇത് നടക്കത്തില്ല. പക്ഷേ നീ മുങ്ങിയതാണെങ്കിൽ പരിപൂർണമായി നീ മരിച്ചു, അടക്കപ്പെട്ടു. ഹല്ലേലൂയ! അവിടെ നിന്ന് നീ ഉയർത്തെഴുന്നേറ്റു. നീ യേശുവിനെ പോലെ, കർത്താവിനെ പോലെ നീ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. അവിടെ അത് സംഭവിച്ചു. നിന്റെ പഴയ മനുഷ്യൻ ഉരിയപ്പെട്ടു. നിന്റെ ലൈഫിൽ ഒരു പഴയത് മാറി, പുതിയത്. എല്ലാവരും പറഞ്ഞു, ഞാൻ പുതിയ മനുഷ്യനാണ്, ഞാൻ പുതിയ മനുഷ്യനാണ്. പഴയതെല്ലാം ഉരിഞ്ഞു പോയി, പഴയതെല്ലാം കുഴിച്ചിട്ടു. ഞാൻ പഴയതിന്റെ പുറകെ പോകുന്നില്ല. പഴയ സ്വഭാവം മാറിക്കഴിഞ്ഞു. അതിന്റെ ആയുധങ്ങൾ, അതിന്റെ ശക്തികൾ നശിച്ചു. ഹല്ലേലൂയ! പാപത്തിന്റെ ശക്തി നശിച്ചിരിക്കുക. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പാപത്തിന് ഒരു പവർ ഉണ്ടായിരുന്നു, പാപത്തിന് ശക്തി ഉണ്ടായിരുന്നു. അതിന് നിന്നെ ഏത് നിലവാരങ്ങളിൽ കൊണ്ട് എത്തിക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിലായി കഴിയുമ്പോൾ വചനം പറയുകയാണ്, പാപത്തിന്റെ ശക്തി നശിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ! ഇനി അതിന് ശക്തിയില്ല. നിന്നെ ഫോളോ ചെയ്യാൻ, നിന്നെ തകർക്കാനുള്ള ശക്തി അതിനില്ല. അവിടെ വചനം പറയുന്നു, പിശാചിന്റെ ആയുധങ്ങൾ എന്നേക്കുമായി ക്രൂശിൽ വെപ്പിച്ചു. ഹല്ലേലൂയ! പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ! എനിക്കും നിനക്കും വിരോധമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പിശാചിന്റെ സകല ആയുധങ്ങളും കൊലോസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, യേശുക്രിസ്തു സകല പിശാചിന്റെ ആയുധങ്ങളെ എന്നേക്കുമായി കാൽവരിയിൽ എന്ത് ചെയ്തു? തോൽപ്പിച്ച് അവനെ പരസ്യക്കോലമാക്കി. പറഞ്ഞിട്ട് അവനെ പരസ്യക്കോലം. പിശാചിനെ എന്ത് ചെയ്തു? 14-15 വായിച്ചു പെട്ടെന്ന്. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരിക്കുന്ന കയ്യെഴുത്ത് മായിച്ച്. എനിക്കും നിനക്കും വിരോധമായി പിശാച് കുറെ ജാതകവും കുറെ നക്ഷത്രങ്ങളും, നമ്മൾ ജനിച്ച് 28-ന്റെ അന്ന് നൂലും കെട്ടി അന്ന് മുതൽ നമ്മുടെ അകത്ത് കയറിയ നക്ഷത്രം, പല നക്ഷത്രങ്ങളുണ്ട്. അതിൻ്റെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരുന്ന കാർത്തികയുടെയും മകയിരത്തിൻ്റെയും ഭരണിയുടെയും പൂരുരുട്ടാതിയുടെയും അശ്വതിയുടെയും ഒക്കെ എന്ത് എല്ലാ ചങ്ങലകളെയും കർത്താവ് യേശു ക്രിസ്തു എന്ത് ചെയ്തു? കാൽവരിയിൽ തകർത്ത്. നമുക്ക് എഴുതി വെച്ച ജാതകവും നമുക്ക് വിരോധമായി പിശാച്, നീ ഇത്ര നാളിൽ മരിക്കും, ഇപ്പം നീ ജനിക്കും, ഇപ്പം നീ മരിക്കും, ഇന്ന അസുഖം നിനക്ക് വരും, നീ ഇന്ന വയസ്സിൽ ജോലി കിട്ടും, ഇന്ന വയസ്സിൽ നിനക്ക് പിന്നെ വീട് കിട്ടും, പിന്നെ കണ്ടകശനി, ശനിദശ, വേഴം, എന്തോ ബുധന്, കേതു, രാഹു, വെള്ളിപൂരാടം, ചൊവ്വാദോഷം. പ്രൈസ് ദി ലോർഡ്. കല്യാണം കഴിച്ച ഭർത്താവ് മരിച്ചുപോയി. ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന സകല കയ്യെഴുത്ത് പ്രതികളും ഇന്ന് കർത്താവ് വചനം പറയുകയാണ്, നിനക്ക് വിരോധമായിട്ട് എഴുതി വെച്ചിരുന്ന, നിനക്ക് പൂജ കൊണ്ടോ മന്ത്രം കൊണ്ടോ ആഭിചാരം കൊണ്ടോ ഒരു ജ്യോതിഷക്കാരനോ ഒരിക്കലും ഒരു പരിഹാരം ഒരിക്കലും നിനക്ക് തരാൻ പറ്റാതെ വണ്ണം നാഡി ജ്യോത്സ്യത്തിന് പോയാലും ഹല്ലേലൂയ ഭാവി പറയുന്നു എന്നല്ലാതെ നിന്റെ ജീവിതത്തിലെ പ്രശ്നത്തിന് പരിഹാരം തരാൻ സാധിക്കാത്ത ആൾക്കാരുടെ പുറകെ നടന്ന് ക്ഷീണിച്ച നിന്നോട് ദൈവാത്മാ പറയുകയാണ്, എൻ്റെ നാമത്തിൽ ഒന്ന് നീ വിശ്വസിച്ചാൽ മതി. നീ എവിടെ ഇരുന്നാലും, ഏത് ബസ്സിനകത്തിരുന്നാലും, ഏത് ഹല്ലേലൂയ അടുക്കളയ്ക്കകത്തിരുന്നാലും, ഏത് നട റോഡിൽ വെച്ചാലും, ഏത് ബസ് സ്റ്റോപ്പിലിരുന്നാലും യേശുവേ എന്ന് വിളിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിച്ച വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ ആ നിമിഷം നിനക്ക് വിരോധമായി പിശാച് എഴുതി വെച്ചിരുന്ന ഹല്ലേലൂയ സകല കണ്ടക ശനിയുടെയും പാപ പരിഹാരങ്ങൾക്ക് വേണ്ടി കർത്താവ് ഹല്ലേലൂയ ആ പിശാചിന്റെ സകല ആയുധങ്ങളും ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് അവനെ ആണിയിൽ അടിച്ച് തകർത്ത് കളഞ്ഞ ആ ദൈവം ഇന്ന് പകൽ നിന്നോട് പറയുന്നു, നിനക്ക് വിരോധമായി ഒന്നുമില്ല. നീ ഇനി പറയരുത് എൻ്റെ നാള് ശരിയല്ല, എൻ്റെ ജാതകം ശരിയല്ല, ഞാൻ ഭാഗ്യമില്ലാത്തവനാണ്, ഞാൻ വിധി എൻ്റെ വിധിയാണെന്ന് പറയരുത്. നിന്റെ ശിക്ഷയും നിന്റെ വിധിയും മാറ്റി എഴുതി അതിന് പകരം ദൈവത്തിന്റെ ആത്മാവ് ഞാൻ സകലതും നിവർത്തീകരിച്ചു. ഇനി ഈ ഭൂമിയിൽ നിനക്ക് കഷ്ടമില്ല, നിനക്ക് രോഗമില്ല, പാപമില്ല, ശാപമില്ല. ആ പിശാചിന്റെ സകല ആയുധങ്ങളും നിർമൂലമാക്കിയിട്ട് ആ പിശാചിനെ പരസ്യ
കോലമാക്കി ഞാൻ നിർത്തിയിരിക്കുന്നു. ഇന്ന് വരെ നിന്നെ പരസ്യ കോലമാക്കിയ പിശാച് ഇന്ന് നിന്റെ മുമ്പിൽ പരസ്യ കോലമായി നിൽക്കുകയാണ്. കാരണം ഹല്ലേലൂയ, എന്റെ കർത്താവിന് മാത്രമേ അവന്റെ വീഴ്ചയെ കുറിച്ച് അറിയാവൂ. അതുകൊണ്ട് യേശുവിന്റെ നാമം പറഞ്ഞാൽ ആ പിശാച് ഞെട്ടും. കാരണം എന്തെന്നറിയാമോ? അവൻ വീണത് കണ്ടവനാണ് യേശു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒന്ന് യേശു എന്ന് പറയുമ്പോൾ തന്നെ പിശാച് അലറും. അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, നിഗളിയായി അഹങ്കാരിയായി ദൈവത്തിന്റെ സിംഹാസനത്തിൽ ഞാൻ കയറുമെന്ന് പറഞ്ഞപ്പോൾ വെട്ടേറ്റ് നിലത്ത് വീണത് പിതാപുത്ര പരിശുദ്ധാത്മാവും അന്നതുള്ളത് എല്ലാ ദൂതന്മാരും കണ്ടു. കഴിഞ്ഞ നൂറ്റാണ്ടുകളായി, വർഷങ്ങളായി, 2000 വർഷങ്ങൾക്ക് മുമ്പ് വരെ, കർത്താവിന്റെ നാൾ വരെ പിശാച് മറഞ്ഞങ്ങനെ കിടക്കുകയായിരുന്നു. അവനെപ്പറ്റി മനുഷ്യർക്ക് അറിയത്തില്ല, ഒരു മനുഷ്യനും അറിയത്തില്ല. നമുക്ക് യുദ്ധം ഉണ്ടായിരുന്നത് ഗോലിയാത്തിനോടായിരുന്നു. ഗോലിയാത്തിനെ എറിയുന്നു, വെട്ടുന്നു, കൊല്ലുന്നു, ഫലസ്തീന്മാരെ അടിക്കുന്നു, കൊല്ലുന്നു. അങ്ങനെ കൊലപാതകത്തിന്റെ ഒരു വലിയ പരമ്പരയുടെ ഒരു ശുശ്രൂഷ നടന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് ഇറങ്ങി വന്നിട്ട് ഒരു മരണത്തിന്റെയും കൊലപാതകത്തിന്റെയും മിനിഷിത ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ജഡരക്തങ്ങളോട് നിങ്ങൾക്ക് യുദ്ധമില്ല. നിങ്ങൾക്ക് യുദ്ധമുള്ളത് ഹല്ലേലൂയ ജഡരക്തങ്ങളോടല്ല. ഹല്ലേലൂയ, സകല യുദ്ധങ്ങളും ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി ആയുധമെടുത്തൊരു യുദ്ധമില്ല. ഇനി ജഡരക്തം മനുഷ്യരോട് യുദ്ധമില്ല. അത് പഴയ നിയമം. ഇതാ പുതിയ നിയമം. കൊല്ലുന്ന ശുശ്രൂഷയല്ല, ഇത് ജീവിപ്പിക്കുന്ന ശുശ്രൂഷയാണ്. ഇത് ആത്മാവിന്റെ ജീവനുള്ള ശുശ്രൂഷയാണ്. മരണത്തിന്റെ ശുശ്രൂഷയല്ല, അക്ഷരത്തിന്റെ ശുശ്രൂഷയല്ല. ഇത് ആത്മാവിന്റെ ശുശ്രൂഷയാണ്. ഇത് ജീവനും സമൃദ്ധിയായ ജീവനും തരുന്ന ശുശ്രൂഷയാണ്. കഴിഞ്ഞ നാളുകൾ നിന്നിൽ നിന്ന് മോഷ്ടിച്ചത്, കൊല്ലുവാൻ, അറുക്കുവാൻ, മുടിക്കുവാൻ വന്ന ദുഷ്ടപിശാചിനെ കഴിഞ്ഞ നാളുകളിൽ മറഞ്ഞിരുന്നു മനുഷ്യരുടെ അകത്ത് കയറി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പിശാചിനെ എന്റെ കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ 70 പേരെ തെരഞ്ഞെടുത്ത് സുവിശേഷ വേലയ്ക്ക് അയച്ചപ്പോൾ അവർ നേരെ ചെന്ന് ശുശ്രൂഷ ചെയ്ത് ഹല്ലേലൂയ ഭൂതങ്ങളെ പുറത്താക്കി. യേശുവേ, അങ്ങയുടെ നാമം പറഞ്ഞപ്പോൾ ആ ഭൂതങ്ങൾ പുറത്തു വരുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ മിന്നൽ പോലെ സാത്താൻ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കാണുവാനിടയായി. അതിന് കാരണം എന്റെ കർത്താവിന് മാത്രമേ അവന്റെ വീഴ്ച കാണാൻ സാധിക്കത്തുള്ളൂ. അവൻ വെട്ടേറ്റ് നിലത്ത് വീണവനാണ്. അവൻ പരസ്യ കോലമാണ്. അവന് പവറില്ല, അവന് ശക്തിയില്ല, അവന് ആയുധമില്ല, അവന് തന്ത്രങ്ങളാണുള്ളത്. ആ തന്ത്രങ്ങളിൽ നീ കുടുങ്ങി പോകരുത്. ഹല്ലേലൂയ, കരങ്ങളെ അടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഇന്ന് പകൽ ജയാളികളായ കർത്താവിന്റെ മക്കളെ, ദൈവത്തിന്റെ ഹല്ലേലൂയ ജനമേ, ഇന്ന് പകല് നിനക്ക് ജയമാത്രമാണ്. നിന്റെ ലൈഫിൽ പരാജയങ്ങളില്ല. നീ വായി തുറന്ന് പറയണം, ഞാൻ പരാജയമില്ല, എനിക്ക് രോഗമില്ല, ഞാൻ വാഴുവാൻ വിളിക്കപ്പെട്ടവൻ. ജീവനിലും സമൃദ്ധിയായ ജീവനിലും എന്റെ ദൈവം എന്നെ വാഴുവാൻ വിളിച്ചിരിക്കുകയാണ്. ഏകനാൽ ഈ ലോകത്തിൽ പാപം വന്നെങ്കിൽ, ശാപം വന്നെങ്കിൽ അത് മറ്റൊരു ഏകനാൽ യേശുക്രിസ്തു മുഖാന്തരം എന്നേക്കുമായി പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ശാപത്തിൽ നിന്നും ഒരു ജയം വിശ്വസിക്കുന്നവന്റെ മേൽ അത് വ്യാപരിക്കുകയാ. Oh, the fire of Holy Spirit. ജയമുണ്ടാകട്ടെ. ജയാളികൾ ആത്മസാന്നിധ്യത്തോടെ, ശക്തിയോടെ, അഭിഷേകത്തോടെ ദൈവസന്നിധിയിൽ ആരാധിച്ച് ഒരു ജയഘോഷം. നിന്റെ അകത്ത് ജീവനാണ് വ്യാപരിക്കുന്നത്. ജീവൻ, ജീവൻ. നിന്റെ വായി തുറന്ന് പറയണം, എന്നിൽ ജീവൻ വ്യാപരിക്കുകയാണ്. എന്റെ അകത്ത് ജീവനും കൊണ്ട് നടക്കുകയാണ്. Hallelujah, Jesus. Praise the Lord. Hallelujah. അസാധാരണമായ ദൈവത്തിന്റെ ജീവനാ നിന്റെ അകത്തിരിക്കുന്നത്. നീ ഒരു ബോംബ് കൊണ്ട് നടക്കുക, ജീവന്റെ ബോംബാ അതിനകത്തിരിക്കുന്നത്. നിന്റെ ആരാധനയിൽ അത് പൊട്ടാൻ തുടങ്ങും. നിന്റെ സ്തോത്രത്തിനകത്ത് അത് പൊട്ടാൻ തുടങ്ങും. നിന്റെ വായി തുറന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആത്മസാന്നിധ്യം അങ്ങോട്ട് വ്യാപരിച്ചത് പൊട്ടാൻ തുടങ്ങും. അതങ്ങോട്ട് വ്യാപരിക്കാൻ തുടങ്ങും. ഇത് വ്യാപരിക്കുന്നതാണ്, ഒരിടത്ത് നിൽക്കുന്നതല്ല, അത് വ്യാപരിക്കുന്നതാണ്. നീ പോകുന്ന ഇടങ്ങളിലെല്ലാം ഈ ജീവൻ വ്യാപരിച്ചുകൊണ്ടിരിക്കും. നിന്റെ ഭവനത്തിനകത്ത് ഇരുട്ടിന്റെ സ്വാധീനങ്ങൾ ഉണ്ടെങ്കിൽ നിന്റെ അകത്ത് വെളിപ്പാട് കയറുമ്പോൾ അതങ്ങോട്ട് വ്യാപരിക്കാൻ തുടങ്ങും. ആ ഇരുട്ടിന്റെ സ്വാധീനങ്ങൾ അഴിയും, അന്ധകാര ശക്തികൾ അഴിഞ്ഞു മാറും. യെസ്, കാരണം ഇതൊരു പരിജ്ഞാനമാണ്, ഇതൊരു വെളിപ്പാടാണ്, മറഞ്ഞിരുന്നതാണ്. എന്നാൽ തന്റെ ജനത്തിനോട് കരുണ തോന്നിയ ദൈവം ഇന്ന് ജാതികൾക്കായ എനിക്കും നിനക്കും അത് വെളിപ്പെടുത്തി തന്നിരിക്കുക. Hallelujah, Jesus. Hallelujah.
ആ വെളിപ്പാടിനകത്ത് അടുത്തിന് കരം കൊടുത്ത് പറഞ്ഞാട്ടെ, വെളിപ്പാടി കയറണം, വെളിപ്പാടിനകത്ത് കയറണം. അസാധാരണമായ വെളിപ്പാടാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഹല്ലേലൂയ, കർത്താവ് യേശു ക്രിസ്തു നിന്നെ സമ്പന്നനാക്കിയിരിക്കുക. കാരണം യേശു ക്രിസ്തു നീ ദാരിദ്ര്യത്തിനകത്ത് കിടക്കാൻ പാടില്ല. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? താൻ സമ്പന്നനായിരിക്കെ ദരിദ്രനായി ഭൂമിയിൽ വന്നിട്ട് പറഞ്ഞു, നിന്റെ ദാരിദ്ര്യത്തിനായി സമ്പന്നനായി ഞാൻ ദരിദ്രനായിരിക്കുന്നു. എന്തിനാ? നിന്നെ സമ്പന്നനാക്കാൻ. ഹല്ലേലൂയ. നിന്റെ രോഗം മാറ്റാൻ എൻ്റെ ശരീരത്തിൽ അടിപ്പിണര് 39 അടി ഞാൻ ഏറ്റു. അത് നിനക്ക് തെളിവാണ്. നിനക്ക് ഒരു അഡ്വക്കറ്റ് എങ്ങനെ ഒരു വാദിക്ക് വേണ്ടി വാദിക്കുന്നവോ ഒരു കോർട്ടിൽ നിന്ന് വാദിക്കാം. അപ്പോൾ അതിനൊരു ഇത് വേണം, തെളിവ് വേണം. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളും തെളിവില്ലെങ്കിൽ ആ കോടതിയിൽ എന്ത് ചെയ്യും? അത് നിലനിൽക്കത്തില്ല. ഹല്ലേലൂയ. അപ്പൊ ദൈവം ഓരോന്നിനും ഒരു തെളിവ് തരിക. ഞാൻ ദരിദ്രനായി, നീ എന്തുകൊണ്ട് സമ്പന്നനാകണമെന്ന് പിശാച് ചോദിക്കുമ്പോൾ നിനക്ക് പറയാനുള്ളത്, ഞാൻ സമ്പന്നനാകേണ്ടതിന് എൻ്റെ കർത്താവ് വില കൊടുത്തു. നീ എന്തുകൊണ്ട് സൗഖ്യം പ്രാപിക്കണം? ഞാൻ സൗഖ്യം പ്രാപിക്കപ്പെടേണ്ടതിന് എൻ്റെ കർത്താവ് വില കൊടുത്തു. ഹല്ലേലൂയ. നിനക്ക് എന്തുകൊണ്ട് സമാധാനം? ഈ ലോകത്തിന്റെ സമാധാനം കർത്താവ് എനിക്ക് തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. പിശാചേ, നിന്റെ കരങ്ങളിലായിരുന്ന ഭൂമിയും അതിന്റെ പൂർണ്ണതയും ആ യേശുവിനെ മലയിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇതെല്ലാം നീ എന്നെ നമസ്കരിച്ചാൽ ഞാൻ നിനക്ക് തരാം. കർത്താവ് പറഞ്ഞു, ഇതൊക്കെ കള്ളമാണ്. ഈ പിശാചേ, നിന്റെ കള്ളത്തരം അവസാനിക്കാൻ പോവുകയാണ്. കാരണം തിരിച്ചു പിടിക്കാനാണ് ഞാൻ വന്നത്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരങ്ങളും ഇപ്പോൾ എന്റെ കയ്യിൽ ദൈവം തന്നിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ പിശാചേ, ഈ ഭൂമി നിന്റേതായിരുന്നു. നീ അവകാശം പറഞ്ഞു. എന്റെ അടുത്ത് പോലെ എന്നെ തന്നെ നീ വിളിച്ചു പറഞ്ഞു, ഈ ഭൂമി ഞാൻ നിനക്ക് തരാമെന്ന്. പക്ഷേ എഫേസ്യർ 1-ന്റെ 1-ാം അധ്യായം അതിന്റെ 20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞ ഭൂമിയും ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതുമായ സകലതും ദൈവം എന്റെ കരങ്ങളിൽ തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ പിശാചിന്റെ കയ്യിൽ ഭൂമിയില്ല. ഭൂമിയിൽ വാണോണ്ടിരുന്നവൻ, അവന്റെ കയ്യിൽ നിന്ന് കർത്താവ് ഇത് തിരിച്ചു പിടിച്ചു. ഇപ്പൊ അത് ദൈവത്തിന്റെ സഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവന്റെ കയ്യിൽ ഒന്നുമില്ല, ഭൂമിയിലുള്ളതൊന്നുമില്ല. ഹല്ലേലൂയ. വാഴ്ചകളും അധികാരങ്ങളും അവന്റെ കയ്യിലുള്ള അതുമില്ല. കർത്താവ് പറഞ്ഞു, വാഴ്ചകളും അധികാരങ്ങളും സ്വർലോകത്തിലെ സകല ദുഷ്ടാത്മ സേനകളും ഇന്ന് നിന്റെ കരങ്ങൾ. അത് നീ ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ തടഞ്ഞതുപോലെ നിന്റെ പ്രാർത്ഥന തടയാൻ പറ്റത്തില്ല. നിന്റെ ഹല്ലേലൂയ. ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ തടഞ്ഞ പാർട്ടികളെയൊക്കെ എൻ്റെ കർത്താവ് മേഘാരുടനായി കർത്താവ് ആകാശ വിധാനത്തിലൂടെ പറന്നു പോയപ്പോൾ എല്ലാത്തിനും വെട്ടി തഴയിട്ടു. ഹല്ലേലൂയ. ഇനി ഒന്നിനും അധികാരമില്ല. കർത്താവ് പറഞ്ഞു, വാഴ്ചകളോടും അധികാരമുണ്ട്. എഫേസ്യർ 6-ാം അധ്യായം പറയും, നീ ബലം പ്രാപിച്ചോ. നിനക്ക് യുദ്ധമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. പക്ഷേ നിനക്കല്ല, ആ പിശാചിനല്ല ആയുധം, നിനക്ക് ഞാൻ ആയുധം തന്നിരിക്കുന്നു. നിന്റെ കയ്യിലായി ഇപ്പോൾ സകല ആയുധങ്ങളും, സർവായുധ വർഗങ്ങൾ പിശാചിനല്ല ഉള്ളത്, എന്റെ ജനത്തിന് ഞാൻ കൊടുത്തിരിക്കുകയാണ്. ആ ആയുധങ്ങൾ നിന്റെ കയ്യിൽ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ അത് വെളിപ്പെടുകയാണ്. സത്യം നീ അരക്കി കെട്ടിയിരിക്കുകയാണ്. വിശ്വാസം എന്ന പരിചയം നിന്റെ അകത്തുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. രക്ഷയുടെ ശിരസ്ത്രത്ത് നിനക്കുണ്ട്. ഇന്ന് പകൽ നിന്റെ കാലിൽ ചെരുപ്പുണ്ട്. സുവിശേഷത്തിന്റെ ശക്തിയുണ്ട്. അന്യഭാഷയുണ്ട്. പ്രാർത്ഥനയുണ്ട്. ഉപവാസമുണ്ട്. നിന്റെ കരങ്ങളിൽ സർവായുധ വർഗമുണ്ട്. ഇപ്പോൾ പിശാചിന് ആയുധമില്ല. അതുകൊണ്ട് അവന് നിന്റെ മുമ്പിൽ വന്ന് വെല്ലുവിളിക്കാൻ സാധിക്കത്തില്ലെന്ന് നീ വിളിച്ചു പറയണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും അടുത്തൊരു കാര്യം കൊടുത്ത് പറഞ്ഞാട്ടെ, ആയുധങ്ങളല്ല ഇപ്പൊ നമ്മുടെ കയ്യില. അവന്റെ കയ്യിൽ ഒരു ആയുധവും ഇല്ല. ഹല്ലേലൂയ. വാഴ്ചകളും അധികാരങ്ങളും എല്ലാം ഇപ്പൊ തകർന്ന് തരിപ്പണമായി. നീ അന്യഭാഷ പറഞ്ഞാൽ പിശാചിന് അതിനെ തടുക്കാൻ സാധിക്കത്തില്ല. നിനക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ആയുധമാണ് അന്യഭാഷ. രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ ജനത്തിന്റെ വായിൽ ദൈവം തന്നിരിക്കുന്ന ഒരു വലിയ ഒരു ആയുധമുണ്ട്. ലോകത്തിന് പൈശാചിക ലോകത്തിന് ഒരു ശക്തികൾക്കും നിന്റെ ഈ അന്യഭാഷയെ തടയാൻ സാധിക്കത്തില്ല. അത് സ്വർഗീയ തീയാണ്. അത് തീയാണത്. അത് ഈ വായിൽ വെച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല, അത് അങ്ങോട്ട് പറയാനുള്ളതാണ്. അതങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ തീ അങ്ങോട്ട് വ്യാപരിക്കും. അതിനെ തടയാൻ സാധിക്കത്തില്ല. അന്യഭാഷയുള്ളവർ അന്യഭാഷകളിൽ കുറച്ചു നേരം അന്യഭാഷ പറഞ്ഞ് ആത്മസാന്നിധ്യത്തിൽ നിന്ന് ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഇതിനകത്തിരുന്ന് നീ അന്യഭാഷ പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം അതിഭയങ്കരമായി ആകാശമണ്ഡലങ്ങൾ ദുഷ്ടാത്മ സേനകളെല്ലാം തീയിറങ്ങി കത്തിച്ചാമ്പലാക്കാൻ നിന്റെ അന്യഭാഷയ്ക്ക് സാധിക്കും. നിന്റെ പ്രാർത്ഥനകളെ തടയുവാൻ ഒരു പാഴ്സി രാജാവിന് സാധിക്കത്തില്ല. ദാനിയേലിന്റെ പ്രാർത്ഥന തടഞ്ഞ പൈശാചിക മണ്ഡലത്തിന് ഇന്ന് പുതിയ നിയമവിശ്വാസിയായ നിന്റെ പ്രാർത്ഥനയെ ഹല്ലേലൂയ തടയാൻ സാധിക്കത്തില്ല. കാരണം അവൻ അറിയാത്ത സ്വർഗീയ ഭാഷ
നിന്റെ വായിൽ ദൈവം തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. യെസ്, അന്യഭാഷ. ഹല്ലേലൂയ. അപ്പൊ ഇത് കാണാൻ തന്നതല്ല, ഞായറാഴ്ച മാത്രം വന്നെന്ന് 2 ഭാഷ പറഞ്ഞിട്ട് പോകാനുള്ളതല്ല. നീ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എപ്പോഴും നീ അന്യഭാഷകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ശരീരം ജീവൻ പ്രാപിക്കാനിടയാകും. നിനക്ക് വേണ്ടി പരിശുദ്ധാത്മ പക്ഷപാതം ചെയ്യുന്നതാണ് അന്യഭാഷ എന്ന് പറയുന്നത്. നീ അറിയാതെ നിന്റെ വിഷയങ്ങൾ, നിന്റെ പ്രശ്നങ്ങൾ, നിന്റെ ചുറ്റുപാടുള്ള സാഹചര്യങ്ങൾ, നിനക്ക് വിരോധമായി പിശാചുണ്ടാക്കുന്ന ഗൂഢാലോചനകളെ തകർക്കാൻ ഈ അന്യഭാഷ നീ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ അറിയാത്തതായ അഗോചരമായ കാര്യങ്ങൾ, മർമ്മങ്ങൾ നിന്റെ ലൈഫിൽ അത് വെളിപ്പെടാനിടയാകും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൊലോസ്യർ 2-ാം അധ്യായം അതിന്റെ 2 വായിച്ചോട്ടെ. 2:2. അവൻ ക്രിസ്തു എന്ന ദൈവ മർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കുവാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന്. അവൻ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കുവാൻ. ഹല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തു എന്ന വലിയൊരു വെളിപ്പാടാണ്. ഹല്ലേലൂയ. ആ പരിജ്ഞാനം, ആ വിവേകം നമ്മൾ പ്രാപിക്കണം. ക്രിസ്തു, ഒരു പിശാച് ഇളകി കഴിഞ്ഞാൽ യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ അത് പറയത്തില്ല. ഹല്ലേലൂയ. യേശു എന്ന് പറയും, പക്ഷേ ക്രിസ്തു എന്ന് പറയാൻ പാടാ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ അത് വലിയൊരു വെളിപ്പാടാണ്, ഒരു മർമ്മമാണ്. അത് വെളിപ്പെടണം. ക്രിസ്തു പൂർണ്ണമായി ദൈവത്തിന്റെ പുത്രൻ. ഹല്ലേലൂയ. ഒരിക്കൽ പത്രോസ് പറഞ്ഞു, എന്നെ കുറിച്ച് എന്താണ് ഈ ലോകം പറയുന്നത്? കർത്താവ് ചോദിച്ചോ, പത്രോസ് പറഞ്ഞു, ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തുവാണ്. അവൻ അറിയാതെ പറഞ്ഞതാണ്, അറിവുണ്ടായിട്ട് പറഞ്ഞതല്ല. ഹോളി സ്പിരിറ്റ് കൊടുത്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നാവിൽ നിന്ന് വന്ന പദമാണ്. അല്ലാതെ പത്രോസിനൊന്നും അറിയത്തില്ല. മീൻ പിടിക്കാനല്ലാതെ പുള്ളിക്ക് ഒന്നും അറിയത്തില്ല. ഒരു ന്യായപ്രമാണം പഠിച്ചിട്ടില്ല, ഒന്നും അറിയത്തില്ല, ഒരു വെളിപ്പാടുമില്ല. പക്ഷേ ദൈവത്തിന്റെ ആ അഭിഷേകത്തിന്റെ ആ ഓറയുടെ ഒരു അണ്ടറിലോട്ട് നിന്നപ്പോൾ, അതാ പറയുന്ന ആത്മനിറവുള്ള സഭയ്ക്കകത്ത് നിൽക്കുമ്പോൾ, പ്രവാചക അഭിഷേകത്തിന്റെ അണ്ടറിൽ നിന്ന് നിൽക്കുമ്പോൾ, അപ്പോസ്തലിക അഭിഷേകത്തിന്റെ അണ്ടറിൽ നിൽക്കുമ്പോൾ, നിനക്കൊന്നും അറിഞ്ഞുകൂടെങ്കിലും നീ ഓട്ടോമാറ്റിക്കായിട്ട് ആ അനോയിന്റിങ്ങിനകത്ത് വരുമ്പോൾ നീ അറിയാതെ പ്രവചിക്കും, നീ അറിയാതെ അത്ഭുതങ്ങൾ ചെയ്യും, നീ അറിയാതെ വെളിപ്പാടുകൾ പറയും. ഹല്ലേലൂയ. യേശു ക്രിസ്തു നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് എത്രയോ കിലോമീറ്റർ ദൂരെ അഭിഷേകത്തിന്റെ ഒരു ഓറയുണ്ട്. അതുകൊണ്ട് കർത്താവിന്റെ കൂടെ ചലിക്കുന്ന ശിഷ്യന്മാരെ അറിയാതെ അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. പത്രോസ് യേശു കർത്താവിന്റെ അടുക്കൽ നിന്നപ്പോ പെട്ടെന്ന് പിതാവായ ദൈവം അങ്ങ് വെളിപ്പെടുത്തി കൊടുക്കുക, ഹല്ലേലൂയ, ഇത് ക്രിസ്തുവാണ്, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. യേശു ആരാണ്? യേശു ജഡാവതാരമെടുത്ത കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനുഷ്യ രൂപം. ഹല്ലേലൂയ. കാരണം ഒരു മനുഷ്യന് മാത്രമേ മറ്റൊരു മനുഷ്യന്റെ പാപത്തെ മോചിപ്പിക്കാൻ പറ്റത്തുള്ളൂ. പൂർണ്ണ മനുഷ്യൻ, അതാണ് യേശു. ഹല്ലേലൂയ. ക്രിസ്തു പൂർണ്ണ ദൈവം. ഹല്ലേലൂയ. ഇത് രണ്ടും കൂടെ ഒരുമിച്ച്, രണ്ടുപേർക്ക് 2 നിലവാരങ്ങളിൽ ആ ശരീരം കൊണ്ട് തൻ്റെ എന്ത് ചെയ്തു? തൻ്റെ ഈ ലോകത്തിലെ സകല മാനവരാശിയുടെയും പാപത്തിന് പരിഹാരമായി ആ യേശു കർത്താവ് തൻ്റെ ശരീരത്തെ വിട്ടുകൊടുത്തു, അനുസരണമുള്ളവനായി. ഹല്ലേലൂയ. അതിൻ്റെ ഒരു ഉദാഹരണമാണ് യേശു ക്രിസ്തു ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ മാർത്തയും മറിയും ലാസർ മരിച്ചു കിടക്കുന്നു. യേശു ക്രിസ്തുവിനെ ആളയച്ചപ്പോൾ ക്രിസ്തു പറഞ്ഞു, ഇപ്പൊ വരുന്നില്ല, കുറച്ചു നേരം കഴിയട്ടെ, വരാൻ സമയമില്ല. എല്ലാം അറിയുന്ന ഒരു കർത്താവ്, വെളിപ്പാടുള്ളവൻ. ഹല്ലേലൂയ. ഭാവി അറിയുന്ന ഒരു ദൈവം. പക്ഷെ യേശു കർത്താവ് അവിടെ ചെന്നപ്പോൾ മാർത്ത കരഞ്ഞപ്പോൾ യേശു കൂടെ കരഞ്ഞു. അവിടെ വചനം പറയുന്ന യേശു കൂടെ കരഞ്ഞു. കാരണം പൂർണ്ണ മനുഷ്യനാ. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ വികാരങ്ങളും അറിയുന്നവനാണ് യേശു. കാരണം താന് ഒരു ഭവനത്തിൽ ജനിച്ച് വളർന്ന ഒരു ആശാരി കുടുംബത്തിനകത്ത് ജനിച്ച് വളർന്നപ്പെട്ട് ഹല്ലേലൂയ മരപ്പണിയൊക്കെ ചെയ്ത അപ്പനും അമ്മയ്ക്കും 30 വയസ്സ് വരെ കീഴ്പ്പെട്ടിരുന്ന്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, കീഴ്പ്പെട്ടിരുന്ന പരിപൂർണമായ ഒരു മനുഷ്യനായി തൻ്റെ അപ്പനെ സ്നേഹിച്ച്, അപ്പനെ ബഹുമാനിച്ച്, തൻ്റെ കൂടെ ചെന്ന് പണിയെല്ലാം പഠിച്ച് നന്നായിട്ട് കുടുംബം പോറ്റി പുലർത്തുന്ന നല്ലൊരു പുരുഷനായിരുന്നു യേശു. കഷ്ടതയറിയാം,
ഹാലലി, അടുക്കളയ്ക്കകത്തുള്ള പണി എന്താണെന്ന് അറിയാം. പ്രൈസ് ദി ലോർഡ്. ഒരു വീട് എന്താണെന്ന് അറിയാം, കുടുംബം എന്താണെന്ന് അറിയാം, മക്കൾ എന്താണെന്ന് അറിയാം, അപ്പനും അമ്മയും എന്താണെന്ന് അറിയാം, നാട്ടുകാരെ കുറിച്ചറിയാം, അയൽവാസികളെ കുറിച്ചറിയാം, പാരമ്പര്യത്തെ കുറിച്ചറിയാം, സംഘടനകളെ കുറിച്ചറിയാം, മതത്തെ കുറിച്ചറിയാം, രാഷ്ട്രീയത്തെ കുറിച്ചറിയാം, പൈശാചിക ലോകത്തെ കുറിച്ചറിയാം. എല്ലാം അനുഭവിച്ച് മനുഷ്യന്റെ ഇടയിൽ പൂർണ്ണ മനുഷ്യനായിട്ട് ജീവിച്ചു. ഹല്ലേലൂയ. ആ യേശുവിന് സഹോദരങ്ങളെ കാണുമ്പോൾ സ്നേഹമുണ്ട്. അത് മനുഷ്യനായതുകൊണ്ട് മറ്റുള്ളവർ കരയുമ്പോൾ കൂടെ കരയുന്ന യേശു. ഹല്ലേലൂയ. ആ യേശുവിനോട് മാർത്ത പറഞ്ഞു, ഇനി ലാസറിനെ പുനരുദ്ധാരണത്തിൽ കാണാം, കരയണ്ട. കർത്താവ് യേശുവിനോട് പറഞ്ഞു, കരയണ്ട. കർത്താവ്, ഞങ്ങളൊക്കെ കരഞ്ഞ് തളർന്നിരിക്കുക, ഇനി കർത്താവും കൂടെ കരഞ്ഞ് ഞങ്ങളെ കരയിപ്പിക്കരുത്, അതുകൊണ്ട് കരയണ്ട. ഹല്ലേലൂയ. അപ്പൊ പെട്ടെന്ന് ക്രിസ്തു വെളിപ്പെട്ടു. യേശു കരഞ്ഞു. അടുത്ത നിമിഷം മാർത്ത പറയുകയാണ്, പുനരുദ്ധാരണത്തിൽ ലാസറിനെ കാണാം. പെട്ടെന്ന് അകത്തിരുന്ന ക്രിസ്തു വെളിപ്പെട്ടിട്ട് പറഞ്ഞു, മാർത്തയെ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോവുകയാണ്. ഞാൻ നിന്നോട് കൂടെ ഇവിടെ വന്നത് കരഞ്ഞോണ്ടിരിക്കാനല്ല, കരഞ്ഞത് യേശുവാ. പക്ഷെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ദാ വെളിപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ക്രിസ്തു പറഞ്ഞു, ഞാൻ കരയാൻ വന്നവനല്ല, കരച്ചിൽ മാറ്റാൻ വന്നവനാണ്. ഹല്ലേലൂയ. ഞാൻ കരയാൻ വന്നവനല്ല, ഞാൻ കരച്ചിൽ മാറ്റാൻ വന്നവനാണ്. നിന്റെ കണ്ണുനീരിനെ തകർത്ത് കളയാൻ, മരിച്ചവനെ മരണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ, ജീവിതകാലത്ത് ഒരിക്കലും ആൻസർ കിട്ടാത്ത വിഷയത്തിന് മറുപടി തരാനാ ഞാൻ വന്നിരിക്കുന്നത്. ലോകം വിധിയെഴുതി ഇനി ഒരിക്കലും ഈ മരിച്ചവൻ എഴുന്നേക്കത്തില്ല. നഷ്ടപ്പെട്ട തകർന്ന അധ്യായം അടഞ്ഞു. ഹല്ലേലൂയ. അടഞ്ഞതിനെ തുറക്കാൻ ശക്തനാ ക്രിസ്തു. മരിച്ചതിനെ എഴുന്നേൽപ്പിക്കാൻ ശക്തനാ ക്രിസ്തു. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ ശക്തനാ ക്രിസ്തു. ഹല്ലേലൂയ. മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനാ ക്രിസ്തു. ഹല്ലേലൂയ. ആ ക്രിസ്തു നിന്റെ അകത്തിരിക്കുകയാണ്. അതാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞ ആ പരിജ്ഞാനം നിന്റെ അകത്ത് വേണം. അഭിഷിക്തം പറയുകയാണ്, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നിനക്ക് വേണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. 2:10 വായിച്ച്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിലായി കഴിഞ്ഞ വചനം പറയുന്നത് നീ പരിപൂർണനാ. പറഞ്ഞിട്ട് അടുത്ത് പറഞ്ഞ നീ പരിപൂർണനായി. യേശു ക്രിസ്തുവിൽ ആയി കഴിയുമ്പോൾ നീ പൂർണ്ണനായി കഴിയുകയാണ്. ഇനി ഒന്നും പൂർത്തീകരിക്കാനില്ല. 1:27 കൊലോസ്യർ 1:27 വായിച്ചാട്ടെ. 27 അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമായി. ദൈവത്തിന് ഇഷ്ടമായ ഒരു കാര്യമാണ്. ജാതികളോട് പൗലോസ് പറയുകയാണ്, നിങ്ങളോട് വലിയൊരു വെളിപ്പാടും കഴിഞ്ഞ കാലഘട്ടങ്ങൾ ഇന്ന് വരെ മറഞ്ഞു കിടന്ന ഒരു വലിയ രഹസ്യം പറയാനുണ്ട്. മർമ്മം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രഹസ്യം എന്നാണ്. മറഞ്ഞു കിടക്കുന്ന ഒരു കാര്യം. ഹല്ലേലൂയ. മറഞ്ഞു കിടന്ന ഒരു അസാധാരണ മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. അത് വേറൊന്നുമല്ല, കർത്താവ് യേശു ക്രിസ്തു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ ഉള്ളിൽ ഇപ്പോൾ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശു പോയി, പക്ഷേ ക്രിസ്തു നിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. നീ കർത്താവിന്റെ കൂടെ നടന്ന ഒരു കാലമുണ്ട്, പക്ഷേ ആ നടക്കുന്ന കാലമല്ല, ഇപ്പോൾ യേശു നിന്റെ അകത്തിരിക്കുകയാണ്. ക്രിസ്തു മഹത്വത്തിന്റെ പ്രത്യാശ. എന്താ പറഞ്ഞാൽ പറയുന്നത്? മഹത്വം, മഹത്വം പറഞ്ഞാട്ടെ. മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നിന്റെ അകത്തിരിക്കുന്നെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്റെ ലൈഫിൽ ഇല്ലാത്ത സകല മഹത്വവും ക്രിസ്തു നിന്റെ ഉള്ളിൽ വരുമ്പോൾ നീ പഴയ മനുഷ്യൻ മാറി. ദാരിദ്ര്യവും ശാപവും ഇഴഞ്ഞ പാമ്പിനെ പോലെ ഇഴയുന്ന സാഹചര്യമല്ല, ആ ജീവിതമല്ല. ക്രിസ്തു അകത്തുള്ളവന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ കന്നുകുട്ടികളെ പോലെ തുള്ളിച്ചാടി ദൈവത്തിന്റെ മഹത്വത്തിനകത്ത് സന്തോഷത്തോടെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് അവൻ ഹല്ലേലൂയ ബാലസിംഹങ്ങൾ ഇരകെട്ടാതെ വിശന്നിരിക്കും. യഹോവയിൽ ആശ്രയിക്കുന്ന നിനക്ക്, ആ ക്രിസ്തു നിന്റെ ഉള്ളിൽ ഇരിക്കുന്ന നിനക്ക് ഒന്നിനും മുട്ടില്ലാതെ ഹല്ലേലൂയ നിന്റെ മഹത്വം, നിന്റെ എല്ലാ ബില്ലുകളും, നിന്റെ എല്ലാ ആവശ്യങ്ങളും അവന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം തീർത്തു തരുമെന്ന് വചനം പറയുകയാണ്. ഹല്ലേലൂയ. ആ ക്രിസ്തു എന്ന മഹത്വം നിന്റെ അകത്ത് പോയിരിക്കുന്നു. അതിന്റെ അർത്ഥം നിന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ നാൾ വരെ നീ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞെരുങ്ങി കണക്ക് കൂട്ടി ജീവിച്ച നിന്റെ ലൈഫ് തീർന്നു. അതിന് പകരം നിന്റെ അകത്ത് ഈ പരിജ്ഞാനം കയറണം. അതാണ് പൗലോസ് പറയുന്നത്, ഈ പരിജ്ഞാനം ഇല്ലാത്ത ജനത്തിനെ എത്ര പ്രസംഗിച്ചാലും ടീച്ച് ചെയ്താലും പഠിപ്പിച്ചാലും കൈവച്ചാലും എത്ര വർഷം ബൈബിൾ കൊണ്ട് നടന്നാലും പരിജ്ഞാനമില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് നിന്റെ ലൈഫിൽ ഒരിക്കലും ഈ സൂപ്പർ നാച്ചുറലിനകത്ത് കയറാൻ സാധിക്കത്തില്ല.
ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ പരിജ്ഞാനം നിന്റെ അകത്ത് വരണം. ഞാൻ സാധാരണ മനുഷ്യനല്ല ഇപ്പോൾ എൻ്റെ അകത്തിരിക്കുന്നത്. ഇവിടെയുള്ള അമേരിക്കൻ പ്രസിഡന്റ് അല്ല എൻ്റെ അകത്തിരിക്കുന്നത്. എൻ്റെ അകത്തിരിക്കുന്നത് ഇവിടെയുള്ള പൈശാചിക ശക്തികളല്ല. അതിന് പകരം ഹല്ലേലൂയ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ ക്രിസ്തു എൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. ആ രാജാവ് എൻ്റെ അകത്തിരിക്കുകയാണ്. ആ ക്രിസ്തു എൻ്റെ അകത്തിരിക്കുകയാണ്. അങ്ങനെ അകത്ത് ക്രിസ്തുവിനെ കൊണ്ട് നടക്കുന്നവന്റെ ജീവിതം, അവന്റെ ലൈഫ് വേറെയാണ്. അത് സാധാരണ ലൈഫല്ല, അത് സൂപ്പർ നാച്ചുറൽ ആണ്. അവന്റെ കയ്യിൽ ഒന്നും കാണത്തില്ല, അവന്റെ ബാങ്കിൽ ഒന്നും കാണത്തില്ല. ഈ ഭൂമിയിൽ അഴിഞ്ഞു പോകുന്ന ഈ ഭൂമിയിലല്ല അവന്റെ അടിസ്ഥാനം ഇട്ടിരിക്കുന്നത്. അവൻ ഹാലേലിയ സ്വർഗത്തിലെ കിളിവാതിലുകളെ തുറന്ന് അനുഗ്രഹിക്കുന്ന ആ കർത്താവ് നിന്റെ അകത്തിരിക്കുകയാണ്. ഹാലേലുയ, നിന്റെ സകല ബില്ലുകളും അവന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം തീർത്തു തരുമെന്ന് പൗലോസ് പറഞ്ഞത് എന്ത് വെളിപ്പാടിലെന്നറിയാമോ? അവന്റെ മഹത്വത്തിലാണ് നിന്റെ വിഷയങ്ങൾ തീരുന്നതെങ്കിൽ നിന്റെ ചിന്തകൾക്കും അപ്പുറമാണ്. നിന്റെ ചിന്തകൾക്കും അപ്പുറമായി ഒരു ദൈവത്തിന്റെ മഹത്വമുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നിന്റെ വിഷയങ്ങളിൽ ഇറങ്ങി വന്ന് പരിഹരിക്കുന്നത്, അവന്റെ മഹത്വം വെളിപ്പെടുന്നത് എങ്ങനെയാ? ഇസ്രായേൽ ജനം പിന്നെ ആ മരുഭൂമിയിലായിരുന്നപ്പോൾ അവരുടെ ആവശ്യങ്ങൾ ദൈവം എങ്ങനെയാ കരുതിയത്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിനെ ദൈവം പിന്നെ അത് പഴയ നിയമ വിശ്വാസികളെ കുറിച്ച് ഞാൻ പറയുക. ഹല്ലേലൂയ. അതിനേക്കാൾ 1000 മടങ്ങ് നിന്നെ പോറ്റി പുലർത്താൻ ശക്തനാണ് ദൈവം. അതാണ് പുതിയ നിയമത്തിനകത്ത് ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞൊരു പ്രാർത്ഥന. പിതാവേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെന്ന പോലെ ഭൂമിയിലും ആകണമേ, അങ്ങയുടെ രാജ്യം എൻ്റെ മേൽ വരണമേ. ഹല്ലേലൂയ. എന്റെ പ്രൊവിഷൻ, അന്നന്നത്തേക്കുള്ള ആഹാരം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ആ മഹത്വത്തിനൊത്തവണ്ണമാണ് ദൈവം കൈകാര്യം ചെയ്യുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു അലക്സാണ്ടർ ചക്രവർത്തിയുടെ അടുക്കൽ ഒരാൾ വന്നപ്പോ, അദ്ദേഹത്തെ ഈ ഒരു പിച്ചക്കാരൻ വന്നപ്പോ ഒരു സ്വർണ്ണ നാണയം ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു ചാക്ക് കൊടുത്തു. കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞു, ഇതെന്തിനാ ഇത്രയും കൊടുക്കുന്നത്? അവന്റെ സ്റ്റാൻഡേർഡ് ചോദിച്ചു, ഞാൻ എൻ്റെ സ്റ്റാൻഡേർഡിൽ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളൊക്കെ 1 സെന്റും 2 സെന്റും 5 സെന്റും ലോണ് പിന്നെ കിട്ടാൻ വേണ്ടിയൊക്കെ നിരങ്ങി പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുമ്പോൾ കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിനകത്ത് നീ കയറിയിട്ട് പ്രാർത്ഥിച്ചാൽ അവൻ തരുന്നത് അവന്റെ സ്റ്റാൻഡേർഡിലേ തരത്തുള്ളൂ, അവന്റെ മഹത്വത്തിലേ തരത്തുള്ളൂ. അവൻ തന്റെ ജനത്തെ നടത്തുന്നത് ആ മഹത്വത്തിനകത്ത് കൂടെയാണ്, ആ ഗ്ലോറിക്കകത്താണ്. ഹല്ലേലൂയ. ആവർത്തനം 15-ാം അധ്യായത്തിന്റെ 5 എടുത്ത് വായിക്കേ. ആ 15:5. ആ അതല്ല, അത് ഞാൻ ആ വചനം വിട്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ വായ്പ വാങ്ങത്തില്ല, നീ വായ്പ കൊടുക്കുന്നവനായി മാറും. എന്നൊരു വചനം ഉണ്ട് അതിനകത്ത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ രാജ്യങ്ങൾക്ക് വായ്പ കൊടുക്കുന്നവനായി മാറും. അതാ ദൈവത്തിന്റെ മഹത്വം. ഇസ്രായേൽ ജനത്തെ പിന്നെ കർത്താവ് നടത്തിയപ്പോൾ അവർ ആദ്യം ചോദിച്ചത് വെള്ളം വേണം. ഹല്ലേലൂയ. കുടിക്കാൻ വെള്ളമില്ല. എന്തിനും ഏതിനും പിറുപിറുക്കുന്ന ജനമാണ്. അവർക്ക് പിറുപിറുക്കാനേ അറിയത്തുള്ളൂ. ഹല്ലേലൂയ. ഈ പിറുപിറുപ്പും കരച്ചിലും പല്ലുകടിയും പിറുപിറുപ്പും എവിടെയുള്ളതാണ്? കരച്ചില്, പല്ലുകടി, പിറുപിറുപ്പ് എവിടെയുണ്ട്? നരകത്തിനകത്തല്ലേ ഇതുള്ളത്? എവിടെയാണുള്ളത്? എപ്പോഴും കരച്ചില്, പല്ലുകടി, പിറുപിറുപ്പ് എവിടെയാണുള്ളത്? നരകത്തിൽ. അതുകൊണ്ടാണ് കല്ല് കടിക്കരുത്, പിറുപിറുക്കരുത്, എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കരുതെന്ന് അടുത്തിരിക്കെ തട്ടി ഒന്ന് പറ. കാരണം നീ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞൊക്കെ നടപ്പൊക്കെ കണ്ട് ബൈബിളൊക്കെ എടുത്ത് നടക്കുകയും കണ്ട് വേഷവിധാനവും കണ്ട് കയ്യടി അന്യഭാഷയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ദൈവമക്കളാണെന്നൊക്കെ നാട്ടുകാർ പറയിപ്പിക്കാം. പക്ഷേ ഒരു ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ കരച്ചിലോടെ ഇടുക്കി ഡാമിൽ നിന്ന് വെള്ളം വരുന്നത് പോലെ കരച്ചിലും ബഹളവും, കരച്ചില്, പല്ലുകടി, പെറുപെറുപ്പ്. പിന്നെ ഹല്ലേലൂയ. അപ്പൊ അതിന്റെ അർത്ഥം നീ ആരുടെ ആളാണെന്നാണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാത്താന്റെ ആള്. ഹല്ലേലൂയ. അപ്പൊ സാത്താന്റെ ആളാണെന്ന് എങ്ങനെയൊക്കെ തിരിച്ചറിയാം? ഒന്ന്,
രണ്ട് വിഷയമുണ്ട്. ഈ ആരാധനയ്ക്കകത്ത് വന്ന് മിണ്ടാതെ സൈലൻ്റായിട്ട് ചലിക്കാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു ചലനം ഇല്ലാത്ത ഒരു സ്ഥലമേ ഉള്ളൂ. പിറുപിറുപ്പില്ല, ചലനമില്ല, ഒരു പ്രതികരണമില്ല, ഒന്നുമില്ലാതെ ഒരേ ഒരു സ്ഥലമുള്ളൂ. അതാണ് ശവക്കോട്ട. എല്ലാ ജാതി മത ഭേദ എല്ലാത്തിനെയും കൊണ്ടുവന്ന് കുഴിച്ചിടും. ആർക്കൊരു കാക്ക വന്നിരിക്കുന്നു, രാത്രി ഏതെങ്കിലും ഭ്രാന്തന്മാർ വന്ന് അതിൻ്റെ പുറത്ത് കിടക്കുന്നു. എടാ എൻ്റെ ശവക്കല്ലറ എഴുന്നേറ്റ് പോടാ എന്ന് പറയുന്ന ഒരു ശവം ഇതുവരെ ചരിച്ചിട്ടില്ല. ആ കിടക്കുന്നവൻ പണ്ട് അതിരുമാന്തിയായിരുന്നു, കല്ലെടുത്തുകൊണ്ട് പോകുന്നവനായിരുന്നു, ഒരു കോഴി ഇപ്പുറത്തെ ചാടി അതിനെ വെടിവെച്ച് കൊല്ലുന്നവനായിരുന്നു. പക്ഷേ ഇപ്പൊ പുള്ളിക്ക് മിണ്ടാട്ടമില്ല, മരിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ക്രിസ്തുവിലായാൽ ഒരു മരണമുണ്ട്. ഹല്ലേലൂയ, യേശു ക്രിസ്തുവിലായാൽ ഒരു മരണമുണ്ട്. പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ഒരു മരിച്ച ആൾക്കാരായിട്ട് നമ്മൾ മാറണം. അത് നമുക്കെതിരായിട്ട് പിശാച് മനുഷ്യരെ എഴുന്നേൽപ്പിച്ച് വിഷയങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മരിച്ചവരെ പോലെ പ്രതികരണം അങ്ങ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവിൽ മരിച്ചവനെ അങ്ങനെ ജീവിക്കാൻ പറ്റൂ. പകയില്ലാതെ, വിരോധമില്ലാതെ, ഒന്നുമില്ലാതെ അതിനെ വിട്ടിട്ട് ഹല്ലേലൂയ ഞാൻ മരിച്ചു, ഇനി ഞാൻ പഴയ മനുഷ്യനാകാൻ താല്പര്യം, അപ്പം മരിച്ചു, പ്രതികരണമില്ല. ഹല്ലേലൂയ. അതേസമയം തന്നെ ആരാധനയ്ക്കകത്ത് ആരാധന നടക്കുമ്പോൾ ചലിക്കാതിരിക്കുന്നവൻ ശവമാണ്. ഹല്ലേലൂയ. അവനെ വിളിക്കണ ശവം. അടുത്ത് ആരും അനങ്ങാതിരിക്കുന്ന പാവം. മനസ്സിൽ പറഞ്ഞാൽ മതി, അടുത്ത് കാതി പറയെല്ലാം അടിച്ച് റെഡിയാക്കും, അപ്പം അവൻ പ്രതികരിക്കും. ഈ അനങ്ങാതെ ആരാധനയ്ക്കകത്ത് വന്നിരിക്കുന്ന പുള്ളികൾ അവനോട് ശവമെന്ന് പറഞ്ഞാൽ അവൻ പ്രതികരിക്കും. പിന്നെ ഈ ആരാധന സ്ഥലം വലിയൊരു അടികലശലിൻ്റെ സ്ഥലമായി മാറും. പക്ഷേ മനസ്സിൽ ചിന്തിക്കണം, പാവം ശവം. ഹല്ലേലൂയ, മരിച്ചവനാ, ഫ്രീസറിനകത്തിരിക്കുക. ഹല്ലേലൂയ, പ്രതികരണമൊക്കെ പോയി. ഹല്ലേലൂയ. എന്നാൽ രാജാവ് ഉള്ളിടത്ത് രാജകോലാഹലമുണ്ട്. ശവക്കോട്ടയല്ല സഭ, ആരാധനാലയം ശവക്കോട്ടയല്ല. വ്യക്തിപരമായി ക്രിസ്തുവിൽ മരിച്ച നിന്നെ, ഹല്ലേലൂയ, ഇനി നിനക്ക് തന്താനുള്ളവനല്ല, നീ ക്രിസ്തുവിനുള്ളവനാണ്. അതുകൊണ്ട് ആരാധനയ്ക്ക് വരുമ്പോൾ ഈ ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ ശവമായിരിക്കാതെ, മരിച്ചവനായി ഫ്രീസറിനകത്തിരിക്കുന്നത് പോലെ ഇരിക്കാതെ, നിന്റെ കരങ്ങളെ ചലിച്ച്, നാവിനെ ചലിപ്പിച്ച്, കാരണം മരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, മരണത്തിന് ശേഷം ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് നിനക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഓപ്പർച്യൂണിറ്റി നീ ശക്തമായി യൂസ് ചെയ്താൽ നിനക്ക് നിത്യതയ്ക്കകത്ത് കയറാം. ഇവിടെ ആരാധിക്കാം, അവിടെ ആരാധിക്കാം. നീ പല്ല് കടിച്ചോണ്ടിരുന്നാൽ അതേ സ്ഥലത്ത് നീ പോകും. പിറുപിറുത്തോണ്ടിരുന്നാൽ അതേ സ്ഥലത്ത് നിനക്കൊരു സ്ഥലമുണ്ട്. പിറുപിറുക്കുന്നവനും കരഞ്ഞോണ്ടിരിക്കുന്നവനും പല്ല് കടിക്കുന്നവനും ഒരു സ്ഥലമുണ്ട്, ആരാധിക്കുന്നവനും ഒരു സ്ഥലമുണ്ട്. ഹല്ലേലൂയ. യെസ്, ഇന്ന് പകൽ അത് തിരഞ്ഞെടുക്കേണ്ടത് നിന്റെ ജോലിയാ. ഹല്ലേലൂയ. അപ്പൊ നമ്മളാണ് ഇതെല്ലാം തിരഞ്ഞെടുക്കേണ്ടത്. ഹല്ലേലൂയ. എപ്പോഴും കരഞ്ഞും നിലവിളിച്ചും, അയ്യോ പാസ്റ്റർ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയിട്ടൊന്നും കയറിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാസ്റ്റർ എന്നെ കണ്ടിട്ട് മിണ്ടിയില്ല. പ്രൈസ് ദി ലോർഡ്. പാസ്റ്ററിന് ഒരു സ്നേഹവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിനുണ്ടല്ലോ നിന്നോട് സ്നേഹം. ദൈവത്തിനാണല്ലോ നിന്നോട് സ്നേഹം തോന്നേണ്ടത്. നിന്നെ പ്രേമിക്കേണ്ടത് ദൈവത്തിനെയാണ്, പാസ്റ്ററിനെ അല്ല. ഹല്ലേലൂയ. നിനക്ക് പ്രണയം വെളിപ്പെടേണ്ടത് ആ യേശുവിൽ നിന്നാണ്. ക്രിസ്തുവിനകത്ത് നിന്നൊരു പ്രേമമുണ്ടാകണം, പ്രണയമുണ്ടാകണം. കാരണം നിന്റെ ഉള്ളിലിരിക്കുന്നത് ക്രിസ്തുവാണ്. അപ്പൊ ക്രിസ്തുവിലോട്ട് ഈ അകത്തിരിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയുന്നത് വായിലൂടെ വെളിവിളി വരും. നിന്നെ അശുദ്ധമാക്കുന്നത് അകത്തോട്ട് കഴിക്കുന്നതല്ല, നിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വാക്കുകളാണ്. എനിക്ക് എൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, എൻ്റെ വായെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, നാവിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ വചനം പറയുകയാണ്, നിന്റെ ഹൃദയത്തിനകത്ത് നിന്നുള്ളതാണ് നീ ഇങ്ങോട്ട് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നിന്റെ ഹൃദയം ശുദ്ധമാകണം. അതെല്ലാം നിന്റെ ഹൃദയത്തിന് നിന്ന് അശുദ്ധി വരികയാണ്. നിന്റെ ദൈവത്തിന്റെ വചനം നിന്റെ അകത്ത് വീഴുമ്പോഴൊക്കെ അത് എന്തുകൊണ്ട് വളരുന്നില്ല, അത് എന്തുകൊണ്ട് പ്രാവർത്തികമാകുന്നില്ല? വചനം പറയുകയാണ്, അത് മുള്ളിന്റെ ഇടയിലാണ് വീണിരിക്കുന്നത്. ദിനംതോറും ഈ മുള്ള്, ചിന്തകളാകുന്ന മുള്ളുകൾ ഈ വചനത്തെ ഫലം കായ്ക്കാതെ വണ്ണം ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ക്രിസ്തു എന്ന വെളിപ്പാടും മർമ്മവും ആ മഹത്വത്തിന്റെ ക്രിസ്തു നിന്റെ ഉള്ളിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോഴും അത് എന്തുകൊണ്ട് അങ്ങനെ ജീവിക്കാൻ പറ്റുന്നില്ല? അതിന് വചനം മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ 9-ാമത്തെ വാക്യം പറയുകയാണ്, 7 സ്പിരിറ്റുകൾ നിന്റെ ഹൃദയത്തിനകത്ത്, ഈ 7 ആത്മാവിരിക്കുകയാണ്. ദുഷ്ചിന്ത, വ്യഭിചാരം,
ഹല്ലേലൂയ. പക, പിണക്കം, ജാരശങ്ക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായിക്കുക യോഹന്നാന്റെ സുവിശേഷം, യോഹന്നാന്റെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 17-18 വായിക്കാം. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലം കൈ എന്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. അപ്പൊ ഭൂമിയിലുള്ള കാര്യങ്ങളെല്ലാം ദൈവം സെറ്റാക്കി, ആകാശമണ്ഡലങ്ങളിലുള്ള കാര്യങ്ങൾ സെറ്റാക്കി, പൗരോഹിത്യങ്ങളെ കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തു? തകർത്ത് കളഞ്ഞു, തിരശ്ശീല ചീന്തിക്കളഞ്ഞു. ഹല്ലേലൂയ. യഥാർത്ഥമായ ഒരു പുരോഹിതൻ ആരാണെന്ന് കർത്താവ് വചനത്തിലൂടെ 7-ാം അധ്യായം എബ്രായർക്കെഴുതിയ ലേഖനം വീട്ടിൽ ചെന്ന് വായിക്കുമ്പോൾ അവിടെ ഒരു പുരോഹിതൻ എങ്ങനെ ആയിരിക്കണമെന്ന് വചനമുണ്ട്. അപ്പോൾ പൗരോഹിത്യെ വലിച്ചു കീറി മഹാപുരോഹിതനായ ക്രിസ്തുവായി മാറി എല്ലാം നിവർത്തീകരിച്ച് കർത്താവ് നേരെ ക്രൂശിൽ കടന്നപ്പോൾ താഴോട്ടങ്ങ് പോയി, പാതാളത്തിലോട്ട് ഇറങ്ങിപ്പോയി. ഹല്ലേലൂയ. പാതാളത്തിൽ ചെന്ന ആ പിശാചിന്റെ കയ്യിലിരുന്ന മരണത്തിന്റെയും ഹല്ലേലൂയ പാതാളത്തിന്റെ താക്കോല് കാല് മടക്കി ഒരൊറ്റ അടി അവന് കൊടുത്ത് അവനെടുത്ത് ദൂരെ കളഞ്ഞിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന സകല ആയുധങ്ങളും സകല താക്കോലും കർത്താവിനെ പിടിച്ചു വാങ്ങിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ടാണ് യോഹന്നാൻ പത്മോസ് ദ്വീപിനകത്ത് വന്ന് നിന്നപ്പോൾ കിടന്നപ്പോൾ യോഹന്നാന് ചുറ്റും ഭയങ്കര കഴുകന്മാർ ഇതാ വട്ടമിട്ട് വറക്കുകയാണ്. അതിഭയങ്കരമായ മരണത്തിന്റെ ഭീതി ഉയർത്തുന്ന ഭയങ്കര താഴ്വരയ്ക്കകത്ത് യോഹന്നാൻ കിടന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്, കർത്താവേ, അങ്ങ് ക്രൂശിൽ കടന്ന് അങ്ങയുടെ അമ്മ എൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചത് എനിക്കറിയാം. ഹല്ലേലൂയ. അങ്ങ് ക്രൂശിൽ കടന്ന് പറഞ്ഞൊരു വാക്ക് എനിക്കറിയാം. സകലതും ഞാൻ നിവർത്തീകരിച്ചു. ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ക്രിസ്തു എൻ്റെ അകത്തിരിക്കുന്നു. എന്നാൽ ഞാൻ കിടക്കുന്ന പത്മോസിലാണ്. എനിക്ക് ചുറ്റും തലയോട്ടികളാണ്. കഴുകന്മാർ എന്നെ കൊല്ലാൻ വേണ്ടി നടക്കുകയാണ്. ഈ പ്രതിസന്ധിയുടെ നടുവില് അങ്ങ് പറയുന്ന ക്രിസ്തു എൻ്റെ അകത്തിരിക്കുന്നു എന്ന വെളിപ്പാട് എങ്ങനെ ഞാൻ പ്രാവർത്തികമാക്കും? ഞാൻ മരിക്കാൻ പോവുകയാണ്, ഞാൻ തകർന്ന് ഇരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലെ മേഖലകളിൽ ചുറ്റുപാടെല്ലാം പ്രതികൂലമാണ്, നെഗറ്റീവാണ്. അപ്പോഴാണ് ദൈവം പറയുന്നത്, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഇറങ്ങി വരുന്ന സമയം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നെ പത്മോസിനകത്ത് ഒറ്റയ്ക്കല്ല വിട്ടിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ ദൂത് പറയുകയാണ്, ഈ നിന്നെ വലിച്ചു കീറാൻ നിൽക്കുന്ന കഴുകനെ കണ്ട് നീ ഭാരപ്പെടണ്ട, നീ ഭയപ്പെടണ്ട. മരണത്തിന്റെ താഴ്വര കണ്ട് നീ ഭയപ്പെടണ്ട. ഞാൻ വിശ്വസ്തനാണ്, ഞാൻ ആദ്യനാണ്, അന്ത്യനാണ്, ഞാൻ ആൽഫയാണ്, ഞാൻ ഒമേഗയാണ്. ഹല്ലേലൂയ. നീ എന്തിനെയാ ഭയപ്പെടുന്നത്? നീ ഭയപ്പെടുന്ന മരണത്തിനെയാണോ? എന്നാൽ മരണത്തിന്റെയും ജീവന്റെയും താക്കോല് ഇപ്പോൾ എന്റെ കയ്യിലാണ്. നീ മരണത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചില ആൾക്കാർ പറയുന്ന ഒരു വാക്കുണ്ട്, കൂടിപ്പോയാ നീ എന്നെ കൊല്ലും. ഹല്ലേലൂയ. അതിലപ്പുറം ഒന്നുമില്ലല്ലോ. പറഞ്ഞാലും കൊല്ലപ്പെടാനുള്ള സമയം 5-6 വിളിക്കും. എല്ലാവരും വാക്കുകൊണ്ട് പായസം വയ്ക്കുന്നവരാണ്. വാഗുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. വാഗുണ്ട് വാഗുണ്ട് പായസം വയ്ക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ അത് ചെയ്ത് കളയും, ഞാൻ ഇത് ചെയ്ത് കളയും, വിഷയങ്ങൾ ഭയങ്കരതാണ്, ഞാൻ 100 പേരെ ഒന്ന് ഒറ്റയ്ക്ക് അടിക്കും. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ വിഷയം വരുമ്പോൾ എല്ലാവൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകരം നിന്നോട് ദൈവാത്മാ പറയുകയാണ്, നിന്റെ ലൈഫിലെ സകല പ്രതിസന്ധികളുടെ നടുവിൽ കർത്താവ് നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നിന്റെ ഉള്ളിൽ ഇരിക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ദൈവം പറയുകയാണ്, നീ മരണത്തെയാണോ ഭയപ്പെടുന്നത്? ഹല്ലേലൂയ. യോഹന്നാനെ, നീ മരിക്കുമെന്നാണോ കരുതുന്നത്? നീ മരിച്ചു കഴിഞ്ഞാലും ഹല്ലേലൂയ നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ശക്തനാണല്ലോ ഞാൻ. മരണത്തെ നീ എന്തിനു ഭയപ്പെടണം? ഈ പത്മോസ് ദ്വീപിനെ നീ എന്തിനു ഭയപ്പെടണം? നിന്റെ ഒറ്റപ്പെട്ട ലൈഫിനെ നീ എന്തിനു ഭയപ്പെടണം? കാരണം മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ ഇപ്പൊ എന്റെ കയ്യിലാണല്ലോ ഇരിക്കുന്നത്. അത് പിശാചിന്റെ കയ്യിലല്ലല്ലോ. നീ വിശ്വസിക്കാൻ തയ്യാറായാൽ ഈ കഴുകൻ നിന്നെ ഒന്നും ചെയ്യത്തില്ല, ഈ പത്മോസ് നിന്നെ ഒന്നും ചെയ്യത്തില്ല, ഈ മരണം നിന്നെ ഒന്നും ചെയ്യത്തില്ല. മരണത്തിന് നിന്നെ ജയിക്കാൻ പറ്റത്തില്ല. കാരണം അത് എന്റെ കയ്യിൽ അവന്റെ താക്കോൽ ഇരിക്കുകയാണ്. മരണത്തിന്റെയും ജീവന്റെയും പാതാളത്തിന്റെയും സകലത്തിന്റെ താക്കോൽ എന്റെ കരങ്ങളിൽ ഇരിക്കുന്നത് കൊണ്ട് ഇന്ന് നീ ആയിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും നീ ഭാരപ്പെടേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല. നീ ജയാളിയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എത്ര പേർ വിശ്വസിക്കുന്നു? നിങ്ങളെ ഇന്നത്തെ സാഹചര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിട്ട് പത്മോസിലായിരുന്ന യോഹന്നാനെ പോലെ നീ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതെല്ലാം ശരിയായിരിക്കാം. മഹത്വത്തിന് പ്രത്യാശ ക്രിസ്തു എൻ്റെ അകത്തുണ്ട്. നീ രാജാവാണ്, പക്ഷേ എൻ്റെ ലൈഫിൽ ഇതാ കടം വാങ്ങിച്ചിട്ട് കടം കൊടുക്കാൻ നിവർത്തിയില്ല. വാടക കൊടുക്കാൻ നിവർത്തിയില്ല. ഹല്ലേലൂയ. പല ലോൺ എടുത്തിട്ട് അതിന് അടയ്ക്കാൻ നിവർത്തിയില്ല. ഈ ലോകത്തിലുള്ള സകല പ്രതിസന്ധികളുടെ നടുവിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിനെ നോക്കിയാണോ കർത്താവ് എൻ്റെ ദാസൻ പറയുന്നത് നിന്റെ അകത്ത് മഹത്വത്തിന് പ്രത്യാശ ക്രിസ്തു ഇരിക്കുന്നതെന്ന്? എന്നാൽ വചനം പറഞ്ഞ് അവിടെ പറയുകയാണ്, നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ നടുവിൽ മാറി നിൽക്കുന്നവനല്ല ഞാൻ. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, ഞാൻ ദാ ഇറങ്ങി വന്നിരിക്കുകയാണ്, ഞാൻ ദാ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. നിന്റെ ലൈഫിൽ ഒരു എൻകൗണ്ടർ സംഭവിക്കപ്പെടാൻ പോവുകയാണ്. ഞാൻ മറഞ്ഞിരിക്കുന്നവനല്ല, ഞാൻ ആൽഫയാണ്, ഞാൻ ഒമേഗയാണ്, ഞാൻ ആദ്യനാണ്, ഞാൻ അന്ത്യനാണ്. സകലതും രചിച്ചവൻ ഞാൻ തന്നെയാണ്. നിന്റെ ജീവിതത്തിലെ സകലതും അറിയുന്നവൻ ഞാനാണ്. നിന്റെ പത്മോസിനകത്ത് ഹല്ലേലൂയ, നീ എണ്ണ തോണിക്കകത്ത് തിളച്ച് പൊങ്ങുന്ന എണ്ണ തോണിക്കകത്ത് നിന്നെ വലിച്ച് ഡൊമീഷ്യൻ ചക്രവർത്തി വലിച്ചെറിഞ്ഞപ്പോൾ അതിനകത്ത് നിന്ന് നിന്നെ പൊള്ളാതെ പുറത്ത് കൊണ്ടുവന്നെങ്കിൽ ഈ പത്മോസിനകത്ത് ഞാൻ നിന്നെ കൊണ്ടുവന്നത് എനിക്ക് നിന്നെ ഒരു മഹത്വം കാണിക്കാനാണ്. ഇന്നത്തെ നിന്റെ പത്മോസ്, ഇന്നത്തെ നിന്റെ കഷ്ടത, ഇന്നത്തെ നിന്റെ രോഗം, ഇന്നത്തെ നിന്റെ കടഭാരം, ഇത് നാളെ രാജ്യങ്ങൾക്ക് വായ്പ കൊടുക്കാൻ തക്കവണ്ണം എന്റെ ദൈവം നിന്നെ അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇതുവരെ നീ കാണാത്തത്, ഇതുവരെ നീ എഴുതാത്തത്, ഇതുവരെ നീ ചെയ്യാത്തത് ചെയ്യാൻ ഇന്ന് ഈ പത്മോസ് നിനക്കൊരു അനുകൂലമായി മാറാൻ പോകുന്നു. നിന്നെ പത്മോസിൽ വലിച്ചെറിഞ്ഞവർ നിന്റെ അവസാനം കാണാനിരിക്കുമ്പോൾ ഇത് അവസാനമല്ല, ഇതൊരു തുടക്കമാണ്, ഇതൊരു തുടക്കമാണ്. ഇതുവരെ ആരും പറയാത്തത് ചെയ്യാത്തത് നിന്റെ ലൈഫിൽ അത് വെളിപ്പെടാൻ പോയ. ഹല്ലേലൂയ. കർത്താവ് പറയുക, ഇതിനകത്ത് ഇരിക്കുന്ന നിന്നെ നോക്കി ആത്മാവിൽ ഞാൻ ദൂത് പറയുകയാണ്, നിന്റെ ജീവിതം മാറാൻ പോകുന്നു. നീ ഒരു ചരിത്രമായി മാറാൻ പോകുന്നു. നിന്റെ കണ്ണുകൾ കൊണ്ട് കഴിഞ്ഞ നാളുകൾ കണ്ട യേശുവിനെ അല്ല കാണാൻ പോകുന്നത്. മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, വെള്ളോടിന് സദൃശ്യമായ കാലുകളുള്ളവൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, 7 നക്ഷത്രങ്ങളെ വലങ്കയിൽ പിടിച്ചവൻ, 7 നിലവിളക്കുകളുടെ നടുവിലൂടെ നടക്കുന്നവൻ, നിലയങ്കി ധരിച്ചവനെ, അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവനെ യോഹന്നാൻ കാണുന്നത് പത്മോസിനകത്താണ്. നിന്റെ ജീവിതത്തിലെ പത്മോസിനകത്ത് ഇതുവരെ ആർക്കും പകർന്നു കൊടുക്കാത്ത ചിലത് ആത്മാവ് പകർന്നു തരാൻ പോവുകയാണ്. നിന്റെ മുറിവുകൾ സൗഖ്യമാകാൻ പോകുന്നു. നിന്റെ ഒറ്റപ്പെടൽ മാറാൻ പോകുന്നു. ലോകം നിന്നെ കൈവിടാം, ബന്ധുക്കൾ നിന്നെ കൈവിടാം, നാട്ടുകാർ നിന്നെ കൈവിടാം. പക്ഷേ ഇന്ന് പകൽ എന്റെ ദൈവം നിന്നെ കൈവിടുന്നവനല്ല, ഉപേക്ഷിക്കുന്നവനല്ല. കൂട്ട സഹോദരങ്ങൾ നിന്നെ കൈവിടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ ജീവിതത്തിൽ ആരുമില്ലാത്തവനല്ല യോഹന്നാൻ. ഇഷ്ടംപോലെ അപ്പോസ്തലന്മാർ, കൂട്ട് സഹോദരങ്ങളുണ്ട്, പക്ഷേ ആരുടെയും പ്രാർത്ഥന പോലും ചെവി കേൾക്കാനില്ല. യോഹന്നാൻ മരിച്ചു, ഹല്ലേലൂയ എന്ന അവരുടെ ചിന്ത. കാരണം പത്മോസിൽ കൊണ്ടുവന്നിട്ടായിരിക്കും. അവിടുത്തെ ചരിത്രം അങ്ങനെയാ, മരണത്തിന്റെ താഴ്വരയാ അത്. ഹല്ലേലൂയ. അവിടെ പോയവരാരും ജീവിച്ചിരുന്നിട്ടില്ല. കൂട്ട് സഹോദരങ്ങൾ പ്രാർത്ഥന നിർത്തി. കൂട്ട് സഹോദരങ്ങൾ അവന്റെ ഓർമ്മ അതോടുകൂടി അങ്ങ് നിർത്തി. ഹല്ലേലൂയ. ഇപ്പൊ ആരുമില്ല, ഒറ്റയ്ക്ക, ഏകന. ഹല്ലേലൂയ. എന്നാൽ ആത്മാവിൽ ഞാൻ ദൂത് പറയുകയാണ്, അങ്ങനെ ഇരിക്കുന്നവരാരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നിന്റെ ഒരു പുതിയ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. കാരണം ഈ ബന്ധങ്ങളും ഈ മാനുഷിക ബന്ധങ്ങളും നീ ആശ്രയിച്ചവരെല്ലാം നിന്നെ കൈവിടുമ്പോഴാ എൻ്റെ ദൈവത്തിൻ്റെ ടൈം വരുന്നത്. എൻ്റെ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ, എൻ്റെ ദൈവത്തിന് സൂപ്പർ നാച്ചുറലായ ചില കാര്യങ്ങൾ ചെയ്യാൻ. നിന്റെ ഭാര്യ നിന്നെ കൈവിടുമ്പോൾ, നിന്റെ ഭർത്താവ് നിന്നെ കൈവിടുമ്പോൾ, നിന്റെ മക്കൾ നിന്നെ കൈവിടുമ്പോൾ, ഇന്നൊരു മാതാവിനോട് പറഞ്ഞു, മക്കൾ കൈവിട്ടു, ഇതാ സൂപ്പർ നാച്ചുറൽ ആരംഭിക്കാൻ പോകുന്നു. നിന്റെ അത്ഭുതം ആരംഭിക്കാൻ പോകുന്നു. നിന്റെ തലമുറ നിന്നെ കൈവിടുമ്പോൾ, നിന്റെ കൂട്ട സഹോദരങ്ങൾ നിന്നെ കൈവിടുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ ഭർത്താവ് നിന്നെ കൈവിടുമ്പോൾ, നിന്റെ മക്കൾ നിന്നെ കൈവിടുമ്പോൾ, നിന്റെ ഭാര്യ നിന്നെ കൈവിടുമ്പോൾ, ഈ ലോകം നിന്നെ കൈവിടുമ്പോൾ, നിന്റെ സംഘടന നിന്നെ കൈവിടുമ്പോൾ, എല്ലാ മേഖലകളിലും നീ ഏകനായി മാറുമ്പോൾ എന്റെ ദൈവം പറയുകയാണ്, നിനക്ക് തണലായി എന്റെ ദൈവം നിന്റെ മുമ്പിൽ ഇറങ്ങി വരാൻ പോകുന്നു. കഴിഞ്ഞ നാളുകളിൽ കാലഘട്ടങ്ങളിൽ എല്ലാവരും ഉള്ളപ്പോൾ കണ്ട യേശുവിനെ അല്ല നീ കാണാൻ പോകുന്നത്. നിനക്കായി മാത്രം ഒരു സൂപ്പർ നാച്ചുറൽ വിഷൻ നീ കാണാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്.
ആ ദൈവം നിന്നിൽ ചിലത് കൈമാറ്റം ചെയ്യാൻ പോവുകയാണ്. നീ കണ്ടത് യോഹന്നാനെ എഴുതുക. ആകാശം തുറക്കാൻ പോകുന്നു. തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിൽ നീ വരാൻ പോകുന്നു. നിന്നെ കടിച്ച് കീറാൻ നിൽക്കുന്ന ഹല്ലേലൂയ കഴുകന്മാർ ഓടി ഒളിക്കാൻ പോകുന്നു. അവിടെയുള്ള വിഷപ്പാമ്പുകൾ നിന്നെ തൊടുകയില്ല. അവിടെയുള്ള തേളുകൾ നിന്നെ തൊടുകയില്ല. അവിടെയുള്ള ഒരു ജന്തുക്കൾ നിന്നെ തൊടുകയില്ല. ഏത് ഭീകരമായ അസ്ഥികൂടങ്ങളുടെ നടുവിൽ കിടന്നാലും ഭയം നിന്നെ തൊടുകയില്ല. കാരണം ഹല്ലേലൂയ സകലത്തിനും അധികാരിയായ ദൈവം നിന്റെ മേലൊരു പുതിയ അഭിഷേകം പകരാൻ പോവുകയാണ്. യോഹന്നാന്റെ അകത്തൊരു ഇമ്പോർട്ടേഷൻ വെളിപ്പെടുകയാണ്. മരണത്തിന്റെ മേലും പാതാളത്തിന്റെ മേലുമുള്ള അസാധാരണമായ ഇമ്പോർട്ടേഷൻ. നീ മരിച്ചവരെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. നിന്റെ ശുശ്രൂഷ മാറാൻ പോവുകയാണ്. നിന്റെ മിനിസ്ട്രി മാറാൻ പോവുകയാണ്. നിന്റെ കാഴ്ചപ്പാടുകൾ മാറാൻ പോവുകയാണ്. ഇന്ന് പകൽ ആത്മാവ് എന്നോട് പറയുകയാണ്, ചില അകത്തെ കണ്ണുകൾ തുറന്നു വരട്ടെ. ചില അകത്തെ കണ്ണുകൾ തുറന്നു വരട്ടെ. ചില അകത്തെ കണ്ണുകൾ ഇന്ന് പകൽ തുറന്നു വരട്ടെ. സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങട്ടെ. ദർശനങ്ങൾ കാണാൻ തുടങ്ങട്ടെ. കൃപാവരങ്ങൾ ആക്ടിവേറ്റ് ആകട്ടെ. യെസ് ഹല്ലേലൂയ. എഴുതാൻ സാധിക്കും. എഴുതാനുള്ള ചിലർ എഴുത്താരംഭിക്കട്ടെ. വെളിപ്പാടുകളുടെ ആഴങ്ങൾ വെളിപ്പെടട്ടെ. യെസ് ഇതുവരെ ആരും പറയാത്ത വെളിപ്പാടുകൾ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ പകരാൻ പോവുകയാണ്. പ്രാപിച്ചോ? ഇന്ന് പകൽ ചിലരുടെ മേൽ ആ ദൈവത്തിന്റെ തീ അങ്ങോട്ട് വ്യാപരിക്കട്ടെ. ഫയർ ഫയർ. ഓ റിമനവ ശതാരവ രേഭാ രാഷാഥോ ഓ രാഖാഭാ രാഷാഥോ. യെസ് ദൈവത്തിന്റെ ആത്മാവിന്റെ തീ 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 അങ്ങോട്ട് കത്തട്ടെ. തീ അങ്ങോട്ട് കത്തട്ടെ. Yes, receive the fire of Holy Spirit. യേശുവിന്റെ നാമത്തിൽ അസാധാരണമായ ദൈവത്തിന്റെ ഗ്ലോറി ഇന്ന് പകൽ നിന്റെ അകത്തങ്ങോട്ട് കത്തട്ടെ. തീ അങ്ങോട്ട് വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ തീ അങ്ങോട്ട് ഇറങ്ങട്ടെ. കൃപാവരങ്ങൾ ജ്വലിക്കട്ടെ. വെളിപ്പാടുകൾ നിറയട്ടെ. ആത്മസാന്നിധ്യത നിറയട്ടെ. ദുരാത്മാക്കൾ അഴിഞ്ഞു മാറട്ടെ. പൈശാചിക ബന്ധനങ്ങൾ അഴിയട്ടെ. ഓ രോഗക്കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. നിന്റെ അകത്ത് ക്രിസ്തു ഇരിക്കുന്നു. യേശു നിന്റെ അകത്തുണ്ട്. മഹത്വം വെളിപ്പെടാൻ പോകുന്നു. അടഞ്ഞ വാതിലുകൾ തുറക്കുകയാണ്. അടഞ്ഞ വാതിലുകൾ തുറക്കുന്നു. യെസ് യെസ് ദൈവം ഇറങ്ങിക്കഴിഞ്ഞു. ജീവനും മരണവും ക്രിസ്തുവിന്റെ കയ്യില്. ഇനി നീ പാതാളത്തെ നീ പേടിക്കണ്ട. പൈശാചിക ലോകത്തെ നീ ഭയപ്പെടേണ്ട കാര്യമില്ല. രോഗത്തെ നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. കാരണം സകലത്തെ ജയിച്ചവൻ ഇപ്പോൾ നിന്റെ മുമ്പിൽ നിന്ന് പറയുന്നു, എന്റെ കയ്യിൽ താക്കോലിരിക്കുക. ഹല്ലേലൂയ. ഓ ജീസസ് ജീസസ് ഹല്ലേലൂയ ജീസസ്. വിശ്വസിക്കുന്നവർ ഇന്ന് പകല് അസാധാരണമായ ചിലത് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അസാധാരണമായ ചിലതിന് വേണ്ടി എന്റെ ദൈവം എന്നെ കണ്ടിരിക്കുന്നു. ഞാൻ ഇന്ന് പോകുന്ന പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, ഇന്നത്തെ എന്റെ കടഭാരങ്ങൾ, ഇന്നത്തെ എന്റെ പരാജയങ്ങൾ, ഇന്നത്തെ എന്റെ ഒറ്റപ്പെടലുകൾ എന്റെ ലൈഫിൽ ഇതുവരെ ഇല്ലാത്ത ചിലതിന് വേണ്ടി ദൈവം അത് ചെയ്ത് നന്മയ്ക്കായി ചെയ്യാൻ പോവുക. നിന്റെ കഷ്ടത ഒരു നന്മയ്ക്കായി മാറാൻ പോകുന്നു. നിന്റെ വേദനകൾ ഒരു നന്മയായി മാറാൻ പോകുന്നു. നീ ഒരു ചരിത്രമായി മാറാൻ പോകുന്നു. ഹല്ലേലൂയ. നീ ഒരു വലിയ ചരിത്രമായി സംഭവിക്കപ്പെടാൻ പോവുകയാണ്. നീ സാധാരണ വ്യക്തിയല്ല. യോഹന്നാനെ പോലൊരു അപ്പോസ്തലനില്ല. സകല അപ്പോസ്തലന്മാരും എഴുതി നിർത്തിയിടത്തു നിന്നും ദൈവം യോഹന്നാനെ കൊണ്ട് എഴുതിപ്പിച്ചു. ഹല്ലേലൂയ. വെളിപ്പാട് 3:8 വായിക്കാം. ഹല്ലേലൂയ. പെട്ടെന്ന് വായിച്ചോ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഹല്ലേലൂയ. യോഹന്നാനെ, ഞാൻ നിന്നെ അറിയുന്നവനാണ്. നിന്റെ പ്രവൃത്തി അറിയുന്നവനാണ്. 7 സഭകളോടും പറഞ്ഞു അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ കണ്ട ക്രിസ്തുവിനെ അല്ല യോഹന്നാൻ അവിടെ കണ്ടത്. സമാധാനകാംക്ഷിയായി, സ്നേഹസമ്പന്നനായി, കരുണയുടെ മുഖമായി. ഹല്ലേലൂയ. പരീശന്മാരുടെയും പാപികളുടെയും ചുങ്കക്കാരുടെയും വ്യഭിചാരികളുടെ ഇടയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ശാന്ത സ്വഭാവവും സൗമ്യനായ ക്രിസ്തുവിനെ കണ്ട് നടന്ന് ആ യോഹന്നാൻ പിന്നെ കണ്ടത് ക്രൂശിൽ നിവർത്തിയായി
എന്ന് പറയുന്ന ഗത്സമന തോട്ടത്തിൽ അയ്യോ ഈ ഒരു പാനപാത്രം എങ്കിൽ നിന്നും കഴിയുമെങ്കിൽ നീക്കിത്തരണമെന്ന് പറഞ്ഞ് നിലവിളിച്ച മനുഷ്യനായ യേശുവിനെയൊക്കെ കണ്ട ആ യോഹന്നാൻ പത്മോസിൽ കണ്ട ക്രിസ്തു വേറെ. അവിടെ ഒരു ന്യായാധിപനായി വന്ന് നിൽക്കുക. അതിഭയങ്കരമായ കൊടിയ വാക്കുകളാണ് വരുന്നത്. ഇടിമുഴക്കം പോലുള്ള ശബ്ദമാണ്. കർത്താവ് പറഞ്ഞു 7 സഭകളിലെ കുറവുകൾ മുഴുവൻ എഴുതാൻ പറയുക. അവിടെ വരുന്ന ക്രിസ്തു ഹല്ലേലൂയ കൃപയുടെ ക്രിസ്തുവായിട്ടല്ല അവിടെ വെളിപ്പെടുന്നത്. അതിന് പകരം 7 സഭകളും അവർ ചെയ്ത സകല പ്രവൃത്തി നീ എഴുതി വെക്കുക. ഞാൻ ആദ്യനാണ്, അന്ത്യനാണ്, ഞാൻ ആൽഫയാണ്, ഒമേഗയാണ്, ഞാനൊരു വരവ് വരും, ഇനി ഒരു വരവ് ഞാൻ വരുമ്പോൾ ഹല്ലേലൂയ അവനവൻ ചെയ്ത പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ എൻ്റെ കരങ്ങളിൽ ഉണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. നിന്റെ പ്രവൃത്തിയെ കാണുന്ന ദൈവം, നിന്റെ പ്രവൃത്തി അറിയുന്ന ദൈവം, നിന്നെ അനുഗ്രഹിപ്പാനും ശിക്ഷിപ്പാനും ശക്തനായൊരു ദൈവം, ആ ദൈവമാണ് ഞാനെന്ന അവിടെ വെളിപ്പാട് പറയുന്നത്. എന്നിട്ട് പറയും നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഇതാ നിനക്കായി ഒരു വാതിൽ തുറക്കാൻ പോവുകയാണ്. ഇതൊരു വാതിൽ തുറക്കുന്ന സീസണാണ്. നിന്റെ പ്രവൃത്തി ദൈവത്തിന് നോക്കാനുണ്ട്, കാണാനുണ്ട്. പലരുടെയും ജീവിതത്തിലെ പ്രവൃത്തികള് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ പ്രവൃത്തികള് നിന്റെ മുമ്പിൽ അടഞ്ഞ ചില വാതിലുകളുണ്ട്, അത് നിന്റെ പ്രവൃത്തി മുഖാന്തരമാണ്. എന്നാൽ ഇന്ന് പകൽ അറിയുന്നൊരു ദൈവം നിന്റെ പ്രവൃത്തി അറിഞ്ഞിട്ട്, നിന്റെ നല്ല പ്രവൃത്തിയെ കണ്ടിട്ട്, നിന്റെ ജീവിതത്തിലെ നന്മ കണ്ടിട്ട്, നിന്റെ ജീവിതത്തിലെ ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുന്ന, ആത്മാവിൽ നടക്കുന്ന നിന്നെ കണ്ടിട്ട്, ഏത് കഷ്ടതയിലും പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലും യേശുവിനെ കൈവിടാതെ ഉപേക്ഷിക്കാതെ അവനോട് ചേർന്നിരിക്കുന്ന നിന്റെ നല്ല പ്രവൃത്തിയെ കണ്ടിട്ട് ദൈവം പറയുന്നു ഇതാ ഞാൻ ഒരു വാതിൽ തുറക്കുന്നു. ഹല്ലേലൂയ. വായിച്ചോ. അത് ആർക്കും അടച്ചുകൂടാ. ഞാൻ വാതിൽ തുറന്നാൽ അത് ആർക്കും അടച്ചുകൂടാ. ദൈവം വാതിൽ തുറന്നാൽ ഹല്ലേലൂയ കർത്താവാണ് തുറക്കുന്നതെങ്കിൽ അതിനാർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. കർത്താവ് പറയുക ഇതിനകത്തിരിക്കുന്ന വാതിലൊന്ന് തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ചിലരോടുള്ള ദൂതായത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസനെ ദാസിയെ ഈ പത്മോസിനകത്ത് കിടക്കുന്ന നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരു ദൂത് പറയുകയാണ്. അടച്ച പിശാചോ മനുഷ്യനോ അടച്ച ചില വാതിലുകൾ ഹല്ലേലൂയ സ്തോത്രം തുറക്കാൻ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതൊരു സീസണാണ്. ഈ സീസണിൽ നിന്റെ ലൈഫിൽ അടഞ്ഞ ചില വാതിലുകൾ നിനക്കായി തുറന്നു തരാൻ പോകുന്നു. ആർക്കും അടയ്ക്കാൻ പറ്റാത്തത്, ഇനി ആർക്കും അടയ്ക്കാൻ പറ്റാത്ത നിലവാരങ്ങളിൽ പറഞ്ഞാട്ടെ, വിശ്വസിക്കുന്നവർ പറഞ്ഞാട്ടെ, ഇന്റർനാഷണൽ ഡോറുകൾ എനിക്കായി തുറക്കാൻ പോകുന്നു. രാജ്യങ്ങളുടെ വാതിൽ തുറക്കാൻ പോകുന്നു. റിജക്ട് ചെയ്ത രാജ്യങ്ങളുടെ വാതിൽ തുറന്നു വരികയാണ്. രാജ്യങ്ങളുടെ വാതിലുകൾ എനിക്കായി തുറന്നു തരികയാണ്. സാമ്പത്തികത്തിന്റെ ഉറവുകളുടെ വാതിലുകൾ തുറന്നു തരികയാണ്. ആത്മീക വാതിലുകൾ തുറക്കപ്പെടുകയാണ്. ഹീലിംഗിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. സൂപ്പർ നാച്ചുറൽ ലൈഫിന്റെ വാതിലുകൾ തുറന്നു തരികയാണ്. എന്റെ ജീവിതം മാറുകയാണ്. അസാധാരണമായത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അസാധാരണമായ വാതിൽ തുറക്കാൻ പോവുക. നിന്നെ ദൈവം വിളിച്ച് ഇറക്കിയിട്ടുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ദൈവം നിന്നെ പോറ്റി പുലർത്തി നടത്താൻ ശക്തനാണ്. ഹല്ലേലൂയ. അതാ ദൈവത്തിന്റെ ഗ്ലോറി, ദൈവത്തിന്റെ മഹത്വം. ദൈവം പറഞ്ഞ പത്മോസ് എന്ന് എനിക്കൊരു വിഷയമല്ല, അത് നിനക്കാണ് വിഷയം. എനിക്ക് പത്മോസും ഈ ലോകത്തുള്ള എല്ലാം ഒരുപോലെയാണ്. ഞാൻ ഇറങ്ങി വന്നാൽ മരുഭൂമി മലർവാടിയായി മാറും. ഞാൻ ഇറങ്ങി വന്നാൽ ഏത് ശവക്കുഴിക്കകത്ത് നിന്ന് ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ഞാൻ ഇറങ്ങി വന്നാൽ നിന്റെ അസ്ഥി കൂമ്പാരത്തിനെ ഞാനൊരു സൈന്യമാക്കി മാറ്റും. ഹല്ലേലൂയ. ഞാൻ കാടപ്പക്ഷികളെ തെക്കൻ കാറ്റടിപ്പിച്ച് ജനത്തിന് വേണ്ടി മരുഭൂമിയിൽ പൊഴിപ്പിച്ചു എങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ഞാൻ മന്നയെ ആകാശം തുറന്നു എന്റെ ജനത്തിന് മന്നയെ കൊടുത്തുവെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവിൽ വിശ്വസിക്കുന്ന ഏത് ജനവും വിശ്വസിച്ചാട്ടെ, നിനക്ക് വേണ്ടി ദൈവം ഒരു വാതിൽ തുറക്കാൻ പോകുന്നു. ആർക്കും അടച്ചുകൂടാത്ത ഒരു വാതിൽ ഇന്ന് പകൽ എന്റെ ദൈവം നിനക്കായി തുറക്കാൻ പോവുകയാണ്. നിനക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രൊവിഷൻ വെളിപ്പെടാൻ പോവുകയാണ്. ഇതുവരെ നീ കഴിച്ചിട്ടില്ലാത്തത്, ഇതുവരെ നീ അനുഭവിച്ചിട്ടില്ലാത്തത്, ഇന്നുവരെ നീ കണ്ടിട്ടില്ലാത്ത നിലവാരങ്ങളിൽ അസാധാരണമായ പ്രൊവിഷൻ, ഫുഡ് ഗ്ലോറി വെളിപ്പെടട്ടെ, വീടുകൾ വെളിപ്പെടട്ടെ, വാഹന നന്മകൾ വെളിപ്പെടട്ടെ, അസാധാരണമായ വസ്ത്രങ്ങൾ വെളിപ്പെടട്ടെ, ആഭരണങ്ങൾ വെളിപ്പെടട്ടെ, ഗോൾഡുകൾ വെളിപ്പെടട്ടെ, വൈൻ സൈറ്റുകൾ വെളിപ്പെടട്ടെ, അസാധാരണമായ ഫൈനാൻഷ്യൽ മിറക്കിൾ മണികൾ റിലീസ് ആകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം തുറക്കുന്നത് അസാധാരണമായതാണ്.
അതാണ് ദൈവം, അസാധാരണ ദൈവം, സർവശക്തൻ. നമ്മൾ ആരാധിക്കാൻ കാരണം നമ്മളെ കൊണ്ട് സാധിക്കാത്തതും, അയ്യോ എനിക്ക് സാധിക്കുന്നില്ല, എന്നെ കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റില്ല, എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതിനാണല്ലോ ദൈവം നിന്നെ വിളിച്ചത്, നിന്നെ കൊണ്ട് സാധിക്കാത്ത മേഖലകൾ നിന്നെ നടത്താൻ. നീ ബലഹീനനായിരിക്കുമ്പോൾ ബലമുള്ള ഒരു ദൈവം നിന്റെ അടുക്കൽ വരുന്നത്, നിന്റെ ബലഹീനതകളിൽ എൻ്റെ കൃപ തികഞ്ഞു വരാൻ പോവുക. ഞാൻ ബലവാനാണ്, ഹല്ലേലൂയ. നീ ബലഹീനനാണ്. നീ അയ്യോ എന്ന് വിളിക്കുന്ന സ്ഥലത്ത് അതിനെ ആശ്ചര്യമാക്കി മാറ്റുന്ന ദൈവം. നിനക്ക് അടഞ്ഞ വഴികളെ തുറക്കാൻ പറ്റത്തില്ല. നിന്റെ ജീവിതത്തിലെ രോഗമെന്ന് നിനക്ക് മാറ്റാൻ പറ്റത്തില്ല. നിനക്ക് വിവാഹം കഴിഞ്ഞു, പക്ഷേ തലമുറ ഉണ്ടാകാൻ എന്ന് നോക്കിയാൽ അത് ഉണ്ടാകത്തില്ല. കാരണം അത് ദൈവത്തിന്റെ ദാനമാണ്. എൻ്റെ ദൈവം അത് തരുന്നത്. ഒരു കിണർ കുഴിച്ചാൽ വെള്ളം നിന്നെ വിചാരിച്ചാൽ കിട്ടത്തില്ല, അത് ദൈവത്തിന്റെ കൃപയാണ്. നിന്റെ കയ്യിൽ പണം ഉണ്ടാകാം, വീട് വയ്ക്കാൻ പറ്റത്തില്ല, കാരണം ദൈവത്തിന്റെ കൃപയാണ്. കാരണം നീ മനുഷ്യനാണ്. എന്നാൽ ദൈവം നിന്റെ അകത്ത് ഇറങ്ങി വരുമ്പോൾ അസാധ്യമായതിനെ ദൈവം സാധ്യമാക്കി തീർക്കാനിടയാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ കൊണ്ടൊന്നും നടക്കത്തില്ല. എത്ര ഡിഗ്രി എടുത്താലും എത്ര വലിയ PhD എടുത്താലും ഒരു ജോലി ഇല്ലാതെ നീ വീട്ടിൽ ഇരിക്കേണ്ടി വരും. കാരണം ദൈവത്തിന്റെ കൃപയില്ലെങ്കിൽ നിനക്ക് വാതിൽ തുറക്കത്തില്ല. എത്ര വലിയ ബന്ധങ്ങൾ നിനക്കുണ്ടെങ്കിലും ആരും നിന്നെ സഹായിക്കത്തില്ല. ഹല്ലേലൂയ. എത്ര വലിയ കണക്ഷൻ നിനക്കുണ്ടായാലും അതെല്ലാം വഴികളെ അടയ്ക്കാൻ ദൈവത്തിന് ഒറ്റ സെക്കൻഡ് മതി. ഹല്ലേലൂയ. ഒരു മനുഷ്യനും ദൈവത്തിന്റെ ഫേവർ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് നീ എങ്കിൽ, നിന്നൊക്കെ ചുറ്റും ലക്ഷക്കണക്കിന് ബന്ധങ്ങളുണ്ടെങ്കിലും പണമുണ്ടെങ്കിലും നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷെ ദൈവത്തിന്റെ ഫേവർ വെളിപ്പെട്ടാൽ, ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ എസ്തേറിനെ പോലെ നീ ആയി മാറും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ നീ ആഗ്രഹിക്കേണ്ടത്, ഹല്ലേലൂയ സ്തോത്രം, മുഖ്യമന്ത്രിയുമായിട്ടുള്ള കണക്ഷൻ അല്ല ആഗ്രഹിക്കേണ്ടത്, ഇവിടെയുള്ള മെമ്പർമാരുമായിട്ടുള്ള കണക്ഷൻ അല്ല, ബന്ധുക്കളുമായിട്ടുള്ള കണക്ഷൻ അല്ല. ഹല്ലേലൂയ. നീ ആഗ്രഹിക്കേണ്ടത് ദൈവത്തിന്റെ ഫേവർ എനിക്ക് വേണം, ദൈവത്തിന്റെ ഫേവർ എനിക്ക് വേണം, ദൈവത്തിന്റെ കരുണ എനിക്ക് വേണം, ദൈവത്തിന്റെ കൃപ എനിക്ക് വേണം. ആ ദൈവത്തിന്റെ ദൃഷ്ടി എൻ്റെ മേൽ പതിയണം. അതിന് നിന്റെ പ്രവൃത്തി നന്നാക്കണം, നീ ശ്രദ്ധിക്കപ്പെടണം, നീ ദൈവത്തിന്റെ ശ്രദ്ധയെ പിടിച്ചു പറ്റണം. നിന്റെ കെട്ടുപൊട്ടാൻ, നിന്റെ ശാപം പൊട്ടാൻ, നീ ദൈവത്തിന്റെ ശ്രദ്ധയെ നടന്നു പോകുന്ന ആരാധനയുടെ ഇടയിലൂടെ നടക്കുന്ന ഈ ദൈവം നിന്റെ അടുക്കൽ മടങ്ങി വരണം. നിന്നെ നോക്കണമെങ്കിൽ നിന്റെ പ്രവൃത്തി ഇന്ന് പകല് മിണ്ടാതിരിക്കുന്നവനല്ല, അയ്യോ ദാവീദ് പുത്ര എന്ന നിലവിളിയോടെ നടന്നു പോകുന്ന യേശുവിനെ പിടിച്ചു നിർത്തുന്ന നിന്റെ കൊടികെട്ടിയ ശാപം ഇന്ന് പകല് നീ നിലവിളിയോടെ, കണ്ണുനീരോടെ, നിലവിളിയോടെ ഉറക്കെ ദാവീദ് പുത്ര എന്ന് വിളിക്കുമ്പോൾ തിരിഞ്ഞു നിന്ന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശാപത്തെ ബ്രേക്ക് ചെയ്ത് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ. ഹല്ലേലൂയ. നീ വിടരുത്. കർത്താവ് പറയാം, നീ വിടരുത്. യേശുവിനെ നീ വിടരുത്. നീ പിടിച്ചാൽ നീ വിട്ട് കളയരുത്. ഹല്ലേലൂയ. ചില നന്മയും കൊണ്ടേ നീ പോകാവൂ. ഇന്ന് പകല് നീ ബലാത്കാരമായ ദൈവത്തെ പിടിച്ചു നിർത്തണം. ഹല്ലേലൂയ. അടുത്തിട്ട് പറഞ്ഞാട്ടെ, കർത്താവിനെ വിടരുത്. പിടിച്ചാൽ പുളിങ്കമ്പിൽ പിടിക്കണമെന്ന് പറയും പണ്ടുള്ള ആൾക്കാർ. അതുപോലെ എന്ത് ചെയ്യണം? നീ ഒരു പിടി അങ്ങ് പിടിക്കണം കർത്താവിനെ. നിന്റെ നിലവിളിയും നിന്റെ കരച്ചിലും നിന്റെ ആയിരക്കണക്കിന് ജനങ്ങളുടെ ഇടയിലൂടെ നടന്നു പോകുമ്പോഴും ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഹല്ലേലൂയ. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഇടയിലൂടെ നടന്നു പോകുമ്പോഴും പുരുഷാരത്തിന്റെ ഇടയിൽ നിൽക്കുമ്പോഴും ഹൃദയം നുറുങ്ങി നിലവിളിച്ച രക്തസ്രാവക്കാരിയെ അറിഞ്ഞവനായാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ. ബർത്തിമായിയുടെ നിലവിളി കേട്ടവനാണ് ദൈവം. പത്മോസിനകത്ത് കിടന്ന യോഹന്നാന്റെ ഹൃദയം നുറുങ്ങിയുള്ള കണ്ണുനീര് കണ്ടവനാണ് ദൈവമെങ്കിൽ ഇന്ന് പകൽ എനിക്കും നിനക്കും ആശ്വാസമുണ്ട്. അവൻ എന്നെയും നിന്നെയും മറികടന്ന് പോകത്തില്ല. നമ്മെ മറികടന്ന് നമ്മുടെ പ്രശ്നങ്ങൾ കാണാതെ അവൻ പോകത്തില്ല. അവൻ നിൽക്കാൻ പോവുകയാണ്. നിനക്ക് നേരെ അവൻ നോക്കാൻ പോവുകയാണ്. അവന്റെ കരം നീട്ടാൻ പോവുകയാണ്. നിന്റെ സ്ഥിതി മാറാൻ പോവുകയാണ്. നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ചില വാതിലുകളെ തുറക്കുന്ന സീസണാണത്. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ.